السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى عباد الله الصالحين أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരുപാട് സന്തോഷത്തോടും അതുപോലെ വളരെ ചാരിതാർത്ഥ്യം കൂടിയാണ് നമ്മൾ ഈ ദിവസത്തിലൂടെ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തിലധികമായി നമ്മൾ ഈ LP UP അറബിക് ക്രാഷ് കോഴ്സുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ ഒരുപാട് ദിവസത്തെ കഠിന പ്രയത്നങ്ങൾ നമ്മളുടെ ജില്ലാ IT വിങ് നടത്തിയത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഈ ഒരു എഫർട്ട് എടുത്ത് അവര് ചെയ്തു. ഞാനൊക്കെ ഈ എറണാകുളം ജില്ലയുടെ സെക്രട്ടറി ആണെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കാരണന്മാര് പറയുന്ന പോലെ ഞാനൊന്നും ഒരു ഇല പോലും എടുത്ത് മറിച്ചിട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. പ്രസിഡന്റ് ടീച്ചർ അടക്കം, അജമൽ സാർ അടക്കമുള്ള, റുബിൻ ഷാ, അതേപോലെ സുൽഫി, സിറാജ് സാറ്, ഷാഫി സാർ അടക്കമുള്ളവരുടെ നിരന്തരമായ പ്രവർത്തനം ഞാൻ ഗ്രൂപ്പിലെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾ ഒരു ദിവസം പോലും എന്താ പറയാ മുടക്കില്ലാതെ ഇതിന്റെ പിന്നീട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അൽഹംദുലില്ലാ അതിനൊരു സമാപന സംഗമം എന്നുള്ള നില അതിന്റെ ഒരു പര്യവസാനം ഇന്ന് എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ നിങ്ങൾ ഒരുപാട് പ്രവർത്തിച്ചതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ഇന്ന് കിട്ടുകയാണ്. നമുക്ക് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരുന്ന വെച്ചൊരു കാര്യം തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ അവരുടെ ആ തിരിച്ചുള്ള ഒരു എന്താ പറയാ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു അവസ്ഥ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാനത് ഒരുപാട് ക്ലാസ്സുകൾ ഞാനും കയറിയപ്പോ ഉണ്ടായ ഒരു അനുഭവമാണ്. അത് നമ്മുടെ ഫാക്കൽറ്റീസിന് എടുത്തു പറയാൻ പറ്റി. അവർക്ക് വേണ്ടി ഈ അവർ മനസ്സറിഞ്ഞ് ചെയ്യുന്ന നമുക്ക് ആ ഒരു പ്രാർത്ഥനകൾ മനസ്സിലാവും. അങ്ങനെ ഒരു പ്രാർത്ഥന കിട്ടിയാൽ മതി, നമ്മളെല്ലാവരും ഒരുപക്ഷെ രക്ഷപ്പെടാൻ ഏറ്റവും നല്ലതായിരിക്കും. അപ്പൊ അതേപോലെ ഒരുപാട് നല്ല നിമിഷങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ക്യാമ്പിലും ഒരുപാട് പേര് നമ്മളോട് പേഴ്സണലായിട്ടും നമ്മുടെ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞ് ഇപ്പോൾ കേട്ടപ്പോഴൊക്കെ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ തമീം സാറാണെങ്കിലും ജാഫർ മാഷാണെങ്കിലും അതേപോലെ മിക്ക നമ്മുടെ ഓരോ ജില്ലയിലെ നേതാക്കന്മാരുടെയൊക്കെ സംസാരം നിങ്ങളിങ്ങനെ ചെയ്തത് വളരെ നല്ല കാര്യം എന്നൊക്കെ പറയുകയും അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുത് തന്നെയായിരുന്നു. അപ്പൊ ഏതായാലും ഈ ഒരു നമുക്കിപ്പോ ഉദ്ഘാടന സമയത്ത് നമ്മളുടെ പ്രധാനപ്പെട്ട നമ്മളുടെ സംസ്ഥാന നേതാക്കന്മാരെല്ലാവരും നമുക്ക് ഉണ്ടായിരുന്നു. ഈ നമ്മുടെ രണ്ട് പ്രമുഖ നേതാക്കന്മാരും നമ്മൾക്ക് ഉദ്ഘാടന സമയത്ത് നമുക്ക് അവര് വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ച് ഉദ്ഘാടന സമയത്ത് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അൽഹംദുലില്ലാ ഈ സമാപന സംഗമത്തിലും അവര് നമ്മളോട് ചേർന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും സന്തോഷിക്കുന്നു. ഞാൻ കൂടുതൽ പറഞ്ഞ് ഇനി അങ്ങോട്ട് കളയുന്നില്ല. ഞാൻ ഓരോരുത്തരെയും സാധാരണ ഒരു സ്വാഗതം പോലെ പറയുന്നില്ല, ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അത്രയ്ക്കൊരു എഫക്റ്റിനകത്ത് ഉണ്ടായതുകൊണ്ടാണ്. ആദ്യമായി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ എറണാകുളം ജില്ല കേരള അറബിക് മുസ്ലിംസ് അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി സാറും സുരന്ദ ടീച്ചർ നമ്മുടെ ട്രഷററും ഇപ്പോൾ 2 ആഴ്ചയായിട്ട് വാല്യുവേഷൻ ക്യാമ്പുമായി ബന്ധപ്പെട്ട് തിരക്കിലാണ്. എന്നാലും ഇപ്പൊ അതിന്റെ ഇടയിൽ സമയം കിട്ടുമ്പോൾ അവരും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അവരുടെ നിർദ്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഷാഫി സാറിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ ഈ സമാപന സംഗമ വേദിയിലേക്ക് ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ നമ്മളുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ജില്ലാ സംസ്ഥാന ജനറൽ സെക്രട്ടറി തമീമുദ്ദീൻ സാറാണ്. സാറിനെയും നമുക്കറിയാം. സാറിന് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ വെച്ചൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ സാറ് പറയുകയും വളരെ നല്ല രീതിയിൽ നമ്മുടെ ഒരു ക്യാമ്പിൽ ഇതൊക്കെ സംസാര വിഷയമായ കാര്യങ്ങളാണ്. അപ്പോൾ ഏതായാലും അതിനൊക്കെ നമ്മുടെ പൂർണ്ണ സഹകരണം അവർക്ക് ഉണ്ടായിരുന്നു. ഏതായാലും തമീം സാറിനെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ ഈ സമാപന സംഗമ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ജാഫർ സാറും ഞാനന്ന് ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ സിറാജ് സാറും ജാഫർ മാഷൊക്കെ ഒരുമിച്ചാണ് വന്നത്. അന്നും ചെറിയ കാര്യങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ പറയുകയും ഭാവിയിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോ വീണ്ടും നമ്മളോട് ചേർന്ന ഈ സമാപന സംഗമത്തിലും ചേർന്ന ജാഫർ മാഷിന് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ നമ്മളുടെ ഫാക്കൽറ്റീസ് നമുക്കറിയാം വളരെ പ്രമുഖരായിട്ടുള്ള അധ്യാപകരാണ് അവര്. ജംഷദ് സാറും അതുപോലെ മെഹബൂബ് സാറ്, റുഷ്ദ ടീച്ചർ, അങ്ങനെ റുബിൻ ഷാ, അതായത് ഞങ്ങളുടെ സ്വന്തം റുബിൻ ഷാ റസ്ല ടീച്ചറും കൂടി ഇതിന്റെ ഫാക്കൽറ്റിയിൽ വരുന്നതാണ്. അപ്പൊ അതും ഒരു സന്തോഷം. അപ്പോൾ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ വളരെ വേറൊന്നും പ്രതീക്ഷിക്കാതെ ഏത് സമയത്തും നമ്മൾ വിളിച്ചാൽ കിട്ടുന്ന രീതിയിലാണെങ്കിലും കുട്ടികൾക്കൊക്കെ വളരെ
ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളത് ഭയങ്കര സന്തോഷം തന്നെയാണ്. ഇപ്പൊ ഏറ്റവും അവരാണ് ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും നമുക്ക് കൂടുതൽ മനസ്സ് സന്തോഷം നിൽക്കുന്നത്. അപ്പൊ അവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടു അവർ ഓരോരുത്തരെയും ഞാൻ ഇനി പേര് പറയാത്താലും ഉണ്ടെങ്കിൽ അവർ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം ഞാൻ ഈ ഏഹ്, സമാപന സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ആശംസകൾ അറിയിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം നമ്മളുടെ പുതിയ സംസ്ഥാന ട്രഷറർ മുസ്തഫ സാർ ഇപ്പോൾ കയറിയിട്ടില്ല, അദ്ദേഹം എന്തോ തിരക്കില്ലാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തിന് ഈ സംഗമത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സിറാജ് മദനി എന്ന് പറയുമ്പോൾ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആണെങ്കിലും ഞങ്ങളുടെ സ്വന്തം ജില്ലക്കാരനാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ നിരന്തര ഞാൻ നേരത്തെ പറഞ്ഞതിൽ അദ്ദേഹം ഉണ്ട്. അവരെല്ലാവരും കൂടി ശക്തമായ ഒരു ഏഹ്, പ്രവർത്തനത്തിലാണിത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഔദ്യോഗികയുടെ പേരിൽ ഞങ്ങളുടെ കൂട്ടത്തിന് പെട്ട ആളാണെങ്കിലും അദ്ദേഹത്തെ ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ റസില ടീച്ചർ, നമുക്കറിയാം ഒരു അധ്യാപികക്ക്, അതായത് ഒരു കുടുംബിനി കൂടി ആയിട്ടുള്ള ഒരു അധ്യാപകക്ക് വീട്ടിലുണ്ടാവുന്ന തിരക്കുകളും അതൊക്കെ മാറ്റിവെച്ച് ഇതിനിടയിൽ ടീച്ചറിന്റെ കുട്ടിക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ട് വരെയും പുള്ളിക്കാരത്തേക്ക് ഇത് നിന്ന് പോരുന്നുള്ള ടെൻഷനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം, നിങ്ങളിത് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറയാ എപ്പോഴും ഇതുമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിലെ തിരക്കിന്റെ ഇടയിൽ ഇത് ചെയ്യാനുള്ള ഒരു മനസ്സ് സ്ത്രീകളെ സംബന്ധിച്ചോളം, ആണുങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ വരാറില്ലല്ലോ. പക്ഷെ എന്നാലും ടീച്ചർ ഒരുപാട് ഇതിനകത്ത് ഇപ്പൊ സുൽഫീനെ കൊണ്ടാണെങ്കിലും അതേപോലെ അജ്മൽ സാറിനെ കൊണ്ടൊക്കെ പെട്ടെന്ന് പോസ്റ്റിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇവിടെ ചെയ്യാനൊക്കെ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ടീച്ചറെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ ഇതിനകത്തേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജില്ലാ ഓർഗനൈസ് സെക്രട്ടറി അജ്മൽ ഹാദിനെ കുറിച്ച് ഇനി വരാൻ പറയുന്ന എനിക്കൊക്കെ പറയാനുണ്ടാവും. കാരണം അത്രയും അവനും ഇതുപോലെ എഫോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ റൂബിൻ ഷാ സാറും പുള്ളിയുടെ വീട്ടില് ഈ 2 ദിവസം ലീവിന് വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് തന്നെ ക്ലാസ് ജോയിൻ ചെയ്യുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് പോകരുത്, കുട്ടികൾക്ക് ഇത് കറക്റ്റായിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ആത്മാത്മാർത്ഥ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ നമ്മുടെ പോസ്റ്ററുകളൊക്കെ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത് ഇങ്ങനെ അപ്ഡേറ്റഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സുൽഫി മർഹബ സാറിനെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി ഇതിനകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നന്ദി പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എത്തിയിട്ടുള്ള നമ്മുടെ ജില്ലാ ട്രഷറർ സുനിത ടീച്ചറാണ്. ടീച്ചറും ഹൈസ്കൂളിൽ തന്നെയാണ്. ടീച്ചറും ഞാൻ നേരത്തെ പറഞ്ഞാൽ അവർ രണ്ടുപേരും ഈ വാല്യൂഷൻ ക്യാമ്പിന്റെ തിരക്കിലാണ്. എന്നാലും പല സമയത്തും രാത്രി സമയങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ഗ്രൂപ്പിലൊന്നും ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ടീച്ചറെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ സമാപന സംഗമ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ എല്ലാ ഓരോരുത്തരെയും, ഞാൻ ഇതിനകത്തുള്ള പഠിതാക്കൾ, നമ്മുടെ വിദ്യാർത്ഥികളെ ഉൾപ്പെടെയുള്ള നമ്മളുടെ നേതാക്കന്മാര്, വിവിധ ജില്ലകളിൽ നിന്ന് കയറിയിട്ടുള്ള നേതാക്കന്മാര്, അതായത് ഈ നമ്മളുടെ ഇപ്പൊ ഈ മീറ്റിൽ ആരൊക്കെ ഉണ്ടോ ആ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ സമാപന സംഗമത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് വരട്ടെ, അള്ളാഹു താല നമ്മളെല്ലാം ഹൈറിലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട KMA പ്രവർത്തകരെ, നേതാക്കന്മാരെ, ഞാൻ കൂടുതൽ പരത്തി പറയുന്നില്ല. ഈ പ്രോഗ്രാം വളരെയധികം വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന് ഒരുപാട് ആളുകൾ ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാം നമ്മുടെ സെക്രട്ടറി സ്വാഗത ഭാഷണത്തിൽ വളരെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു. നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് സംഘടനയുടെ ഒരു പുതിയ പ്രവർത്തകരെ സംഘടനയുടെ കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ മുന്നിലേക്കുള്ള അവരുടെ ഗമനത്തിൽ സംഘടന എത്രമാത്രം അവരോടൊപ്പം ഉണ്ടാകും എന്ന് അവർക്കൊരു ഉറപ്പ് നൽകുന്ന ഇതിനും കൂടിയാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ഒരുപാട് കുട്ടികൾ എറണാകുളം ജില്ലയിൽ നിന്നും വിവിധ ജില്ലകളിലായി പരീക്ഷ എഴുതുന്നുണ്ട്. പക്ഷെ അവരിൽ പലരും ഒരു കൃത്യമായ ഒരു കോഴ്സിന്റെ അഭാവം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ ആ രൂപത്തിൽ ചിന്തിക്കുകയും ഈ ഒരു കോഴ്സ് ഒരുവിധം വിജയത്തിലേക്ക് എത്തുന്നത് കണ്ടപ്പോൾ കേട്ടറ്റിന് വേണ്ടി ഞങ്ങളെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്.
എറണാകുളം ജില്ലയുടെ ഒരു കോഴ്സായിട്ട് തുടങ്ങിയെങ്കിലും പക്ഷെ അത് കേരളത്തിലെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് എത്തുകയും വൻ വിജയമാവുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകളെല്ലാം തന്നെ ഒരു റെഫറൻസ് ആണ്. അത് ഭാവിയിലുള്ള എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം ഒരു എറണാകുളം ജില്ലയുടെ പ്രതിനിധി എന്ന നിലയിലും അതുപോലെ തന്നെ സംഘടനയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിലും പുതിയ സർവീസിൽ കയറാൻ ഉദ്ദേശിക്കുന്ന അധ്യാപകരായ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടാനുള്ളത്, നിങ്ങൾ ഈ സംഘടനയെ മറക്കരുത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു തുറന്നു വച്ച വാതിലാണ്. അതായത് നിങ്ങളുടെ സർവീസ് ജീവിതത്തിലേക്ക് തുറക്കുന്ന ഒന്നാമത്തെ വാതിൽ KMA അത് നിങ്ങളുടെ ഓർമ്മയിൽ എന്നും ഉണ്ടായിരിക്കണം. ആ ഓർമ്മ മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത്. കൂടുതൽ കാര്യങ്ങളെല്ലാം നമ്മുടെ സംസ്ഥാന നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരും എല്ലാം പറയും. അതോടൊപ്പം തന്നെ റസ്ല ടീച്ചറും അതേപോലെ അജ്മൽ സാറും ഒക്കെ കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകും. എല്ലാവർക്കും ആശംസകൾ നേരെയാണ്. നമ്മുടെ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെയുള്ള ആളുകൾ വിവിധ PSC ലിസ്റ്റുകളിലൊക്കെ നിലവിൽ ഉള്ള ആളുകളാണ്. അപ്പൊ അവർക്കൊക്കെ കൃത്യമായ കാര്യങ്ങൾ അറിയാൻ കഴിയും. പാലക്കാട് നിന്നുള്ള ഒരു അബ്ബാസ് സാറൊക്കെ ഉണ്ട്. സാറിനെയൊക്കെ എല്ലാവർക്കും അറിയാം. ഒരുപാട് ആൾക്കാരെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഈ ക്ലാസ് എടുക്കാൻ. കാരണം കുറഞ്ഞ ദിവസങ്ങളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. 34 ക്ലാസ് ഇതുവരെ കഴിഞ്ഞു എന്ന് പറഞ്ഞ ഒരു അത്ഭുതമാണ്. നമ്മളോടൊപ്പം തുടങ്ങിയ പല സംഘടനകളുടെയും പല ഗ്രൂപ്പുകളുടെയും ക്ലാസ്സുകൾ ഇത്രയൊന്നും എത്തിയിട്ടില്ല. പക്ഷെ അതിന്റെ ഒരു മേന്മ പറയല്ല, ഒരുപാട് ക്ലാസ്സുകൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതും ഏറ്റവും സൂപ്പറായിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെയുള്ള PSCയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളുമായി ബന്ധപ്പെടാനും ഒക്കെ കഴിയും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാന്യനായ കേരള അറബിക് മുർഷിദ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള തമീമുദ്ദീൻ സാറിനെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അധ്യക്ഷൻ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ജാഫർ മാഷ്, ഓർഗനൈസിംഗ് സെക്രട്ടറി സിറാജ് മാഷ് ഉൾപ്പെടെ എറണാകുളം ജില്ലയിലെ പ്രിയമുള്ള നേതാക്കളെ, മറ്റ് സംസ്ഥാന നേതാക്കളെ, പ്രിയമുള്ള നമ്മുടെ ഈ PSC ക്രാഷ് കോഴ്സ് അതിൽ പങ്കെടുത്ത് ക്ലാസുകൾ നയിച്ചവരും അത് കേട്ടവരുമായ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, മറ്റ് അഭ്യുദയകാംക്ഷികളെ, വളരെ അഭിമാനബോധത്തോടു കൂടിയാണ് കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ ഇപ്പോൾ ഈ ഒരു പരിപാടിയിൽ, ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ഒരു കോഴ്സിന്റെ PSC കോച്ചിങ് ക്ലാസ്, ഒരു ക്രാഷ് കോഴ്സ് വളരെ മനോഹരമായ രീതിയിൽ അത് ഇന്ന തലത്തിൽ നടത്തണം എന്നൊരു കൂടിയാലോചന നടത്തുകയും എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ അക്കാഡമിക് വിങ് അത് ഏത് തലത്തിൽ നടത്തണം എന്നുള്ളത് സംസ്ഥാന തലത്തിൽ തന്നെ മാതൃകയാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചത്. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ നമ്മുടെ പിൻതലമുറക്കാരെ നാം തന്നെ വാർത്തെടുക്കേണ്ടതുണ്ട്. അവർക്ക് നാം കൊടുക്കേണ്ട ചില മാതൃകകൾ അവരോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായി തങ്ങളുടെ വിവിധങ്ങളായ, ഇപ്പൊ റമദാൻ മാസത്തിൽ പോലും തങ്ങളുടേതായ പല തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരും അതിന്റെ ക്ലാസുകൾക്ക് ഒരു തടസ്സവും പറയാതെ വന്നുകൊണ്ട് സമയങ്ങളിൽ വന്ന് ക്ലാസുകൾക്ക് നേതൃത്വം കൊടുത്തവരുമായ ഓരോരുത്തർക്കും പടച്ചവൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അവൻ വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഇതിൽ ഫാക്കൽറ്റീസ് ആയിട്ട് വളരെ മികച്ച ഫാക്കൽറ്റീസാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇടയ്ക്കൊക്കെ അതിന്റെ തിരക്കുകൾ കാരണം മുഴുവൻ സമയം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ക്ലാസ്സുകൾ കയറി 5-10 മിനിറ്റൊക്കെ ഒന്നോളം വീക്ഷിക്കുമായിരുന്നു. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. കൂടാതെ എറണാകുളം ജില്ലാ കമ്മിറ്റി ആ നേതൃത്വത്തിൽ തുടങ്ങിയപ്പോൾ ഇതിന് ക്ലാസുകൾക്ക് നേതൃത്വം കൊടുത്ത ജംഷാദ് ഫാറൂഖി, ആഷിഖ്, ഷാജഹാൻ, മെഹബൂബ്, അജു ഷാഹിദ്, ഡോക്ടർ ഹാരിസ് അഷ്അരി, റൂബിൻ ഷാ, അൽ അമീൻ, ഫാത്തിമ, മുനവ്വിറ,
തബ്സീം, റുഷ്ദ, റസ്ല ടീച്ചർ തുടങ്ങി ക്ലാസ്സുകൾക്ക് നേതൃത്വം കൊടുത്തവരും പിന്നെ അതിന്റെ പിന്നിൽ വളരെയധികം കഷ്ടപ്പാടുകൾ ഈ ഓൺലൈൻ സംവിധാനമാവുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. അതിനെല്ലാം നേതൃത്വം കൊടുത്ത എല്ലാ ഓരോരുത്തരും പേരുകൾ ആരുടെയെങ്കിലും പറയാതെ പോയത് മനഃപൂർവ്വമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ അതിന് നേതൃത്വം കൊടുത്തവർക്ക് അർഹമായ പ്രതിഫലം ലഭ്യമാകും. അപ്പോൾ ഇതെല്ലാം പ്രയാസപ്പെട്ട് ചെയ്യുന്നത് നമ്മൾ ഈ പഠിതാക്കളായ നാം ഓർക്കേണ്ടത്, നമ്മൾ ഈ ഒരു കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ടാണ് PSC ഒക്കെ എഴുതി ജോലിയിൽ കയറേണ്ടി വരുന്നത് എന്നുള്ളത് നാം ഓർക്കണം. അപ്പോൾ ഈ കയറേണ്ടി വരുമ്പോൾ നമ്മൾ ഈ PSCക്ക് ഇങ്ങനെയുള്ള മാതൃകാപരമായ നമ്മെ സഹായിക്കുന്ന തലത്തിലൊക്കെ വരുമ്പോഴും അറബി ഭാഷ എന്നുള്ള ഒരു ഭാഷയുടെ തസ്തികകൾ നിലനിൽക്കുന്നതിനുള്ള പ്രയാസങ്ങൾ നിങ്ങൾ കയറി ഈ വരുന്നതിനും ഈ തസ്തികകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ നാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ തസ്തികകളിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത്. അപ്പോൾ ഓരോരുത്തരും നല്ല റാങ്കോടുകൂടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന തസ്തികകളിൽ എത്തിച്ചേരുവാൻ കഴിയട്ടെ, അതിനായി ഈ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ പ്രവർത്തനങ്ങളിൽ നമ്മളും സംഘടനാ തലത്തിൽ അറബി ഭാഷയുടെ തസ്തികകൾ ലഭ്യമാകുന്നതിന് വേണ്ടി 7ാം വർഷത്തിലേക്ക് അറബി ഭാഷാ പഠന പ്രചരണ ക്യാമ്പയിനുകൾ വിദ്യാലയങ്ങളിൽ നിന്ന് അധ്യാപകർ അല്ലെങ്കിൽ സംഘടനാ നേതാക്കൾ ഭവനങ്ങളിലേക്ക് എത്തി തങ്ങളുടെ കുട്ടികളെ ഈ അറബി ഭാഷ പഠിപ്പിക്കണമെന്നും അറബി ഭാഷ പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതുമൊക്കെ നമ്മൾ ഒരു ക്യാമ്പയിനായി 7ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ അതിന്റെ പ്രയോജനങ്ങൾ അതിന്റെ മാറ്റ വശങ്ങളെല്ലാം ഉണ്ട് എങ്കിലും നമ്മൾ സംഘടന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പിന്നിൽ ഉള്ള പിൻഗാമികളായ ആളുകൾ, ഇങ്ങനെ ടെസ്റ്റ് എഴുതാൻ കാത്തു നിൽക്കുന്നവരും ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരും ഒക്കെ കയറിപ്പറ്റുന്നതിന് ഉദ്യോഗതലങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് അവരെ സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ ഉള്ളത്. അപ്പോൾ അവർ കയറിക്കഴിഞ്ഞാൽ അറബി ഭാഷ പഠന പ്രചരണം നടന്നതായി. അപ്പോൾ നമുക്ക് ജോലിയും കൂടി നമ്മുടെ പിൻഗാമികളായ ആളുകൾക്ക് ലഭ്യമാകുക എന്നുള്ള തലം, അത് നിങ്ങൾക്ക് ഇതുപോലുള്ള ഗൈഡ് ലൈൻസ് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് പിന്നെ തസ്തികകൾ ഓരോ സ്കൂളുകളിലും ഇല്ല എങ്കിൽ അവിടെ സൃഷ്ടിച്ചുകൊണ്ട് പിന്നെ റാങ്ക് ലിസ്റ്റിൽ വരുന്നവർക്ക് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് ഒരുവിധമുള്ള എല്ലാവർക്കും ജോലി ലഭ്യമാകുന്നതിന് ഒക്കെ ഉള്ള പ്രവർത്തനങ്ങൾ സംഘടനകൾ നടത്തി വരികയാണ്. അപ്പോ പിന്നെ കാണുന്നത് നിങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ ഇങ്ങനെ സംഘടനകൾ ഒക്കെ പാടുപെട്ടുകൊണ്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ അറബി ഭാഷ എന്ന് പറയുന്നത് ഒരു ഖുർആൻ ടീച്ചർ എന്നുള്ള തലങ്ങളിൽ അധ്യയനത്തിന് മുമ്പും പിമ്പുമായി ഈ 10 മണിക്ക് മുമ്പും 4 മണിക്ക് ശേഷവും ഒക്കെയായി നടന്നു വന്നിരുന്നത് ഒരു ഭാഷാ അധ്യാപക തസ്തിക എന്നുള്ള ഉത്തരവ് KMAയുടെ പേരിൽ TCAMAയുടെ പേരിൽ ഉത്തരവ് ലഭ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന അഭിമാനബോധമുള്ള അധ്യാപക സമൂഹമായി ഈ മാറിയത് എന്നൊക്കെ ഉള്ള ചരിത്രങ്ങളും ഇതിന് പിന്നിൽ ഓരോ വർഷവും ഈ ഭാഷാ പഠനങ്ങൾ അതിനെ കേന്ദ്ര തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും മറ്റു തലങ്ങളിലായാലും കുട്ടികളുടെ കാര്യത്തിലായാലും ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന തസ്തികയിലൊക്കെ കയറുമ്പോൾ നമ്മൾ അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കും. അപ്പോൾ ആ തലത്തിൽ നിന്നൊക്കെ മാറ്റി ഈ രീതിയിൽ കൊണ്ടുവരുന്നത് സംഘടനാ ബോധമുള്ള കുറെ ആളുകൾ തങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാകും എന്നുള്ള തലത്തിൽ നിന്നുകൊണ്ടല്ല, ഈ ഭാഷ നിലനിൽക്കണമെന്നും ഈ ഭാഷ പഠിക്കുന്ന ആളുകൾ ഉദ്യോഗതലങ്ങളിലേക്ക് വരണം എന്നുള്ളത് കൊണ്ടുമാണ് ഈ പ്രയത്നങ്ങൾ നടത്തുന്നത്. നമുക്കോ ജോലി ലഭ്യമായി, എന്നാൽ അത് ഒരു സ്വാർത്ഥ താല്പര്യം പോലെ വെച്ചിരിക്കാതെ എന്റെ കഴിവ് കൊണ്ടാണ് ഇത് ലഭ്യമായത് എന്നുള്ള ഒരു സ്വാർത്ഥത മനസ്സിൽ വരാതെ എനിക്ക് മുമ്പുള്ളവർ കഷ്ടപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് ലഭ്യമായത് കൊണ്ട് ഞാൻ മറ്റുള്ളവരെ എന്റെ പിൻഗാമികൾക്ക് കൂടി ഇത് ലഭ്യമാക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഉത്തമ ബോധമുള്ള ആളുകളായി മാറിയത് കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നാം ജില്ലാതലങ്ങളിലും സംസ്ഥാന തലങ്ങളിലും ഒക്കെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ പിൻഗാമികളെ സൃഷ്ടിക്കുക എന്നുള്ള തലങ്ങളിലേക്ക് തസ്തികകൾ ലഭ്യമായി നമ്മൾ ജോലിയിൽ കയറുമ്പോഴും ഈ സംഘടനാ ശക്തികളെ നിങ്ങൾ കൂടെ നിർത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഞാൻ PSC പരീക്ഷ എഴുതി എന്റെ കഴിവ് കൊണ്ട് ജയിച്ചു എന്നുള്ള ഒരു അഹംഭാവത്തിലേക്ക് പോകാതിരിക്കുവാൻ കൂടി നാം ഓരോരുത്തരും
ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുത്ത എറണാകുളം ജില്ലാ കമ്മിറ്റിയെയും അതിന്റെ അക്കാഡമിക് വിങ്ങിനെയും അതിനായി പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളെയും ഇതിന് സമയാസമയങ്ങളിൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഈ പഠിതാക്കൾക്ക് നല്ല ക്ലാസുകൾ, നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ്സുകളാണ് ലഭ്യമായത് എന്നുള്ളത് പല തലങ്ങളിൽ നിന്നുകൊണ്ട്, പല ജില്ലകളിൽ നിന്നുകൊണ്ടുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷപൂർവമാണ് നാം കേട്ടത്. ആ തലത്തിലേക്ക് ഇനി നിങ്ങൾ മത്സര രൂപത്തിൽ റാങ്ക് ലിസ്റ്റുകളിൽ വന്നു ചേരുവാൻ നിങ്ങളെ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. അടുത്തതായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ആരാധ്യനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജാഫർ മാഷാണ്. ജാഫർ മാഷിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യോഗത്തിന്റെ അധ്യക്ഷൻ തൃശൂർ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷാഫി സാർ, യോഗം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി എം തമീമുദ്ദീൻ, സ്വാഗതം പറഞ്ഞ ജില്ലാ സെക്രട്ടറി കമറുദ്ദീൻ, അതുപോലെ ഓർഗനൈസിംഗ് സെക്രട്ടറി സിറാജ് മദനി, സുനിത ടീച്ചർ, സംസ്ഥാന ഭാരവാഹികളായി ഞാൻ ഇതിൽ കണ്ട റഷീദ് മാഷും അൻസാർ ഉൾപ്പെടെയുള്ള അധ്യാപകരെ, എറണാകുളം ജില്ലയിലെ പ്രഗത്ഭരായ AT വിങ്ങിന്റെ നേതാക്കളെ, ഈ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ഫാക്കൽറ്റികളായ അധ്യാപകർ, അതുപോലെ തന്നെ ഇതിലെ പഠിതാക്കളായ സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, വളരെ അഭിമാനപൂർവ്വമാണ് നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. KMA എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടി സംസ്ഥാനതല പരിപാടിയായി മാറ്റിയതിൽ പ്രത്യേകമായി എറണാകുളം ജില്ലാ കമ്മിറ്റിയെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് അഭിനന്ദിക്കാൻ ഈ അവസരം ആദ്യമായി ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം സംഘടനയുടെ അഭിമാനം അങ്ങേയറ്റം ഉയർത്തുന്നതിലും വലിയൊരു പങ്ക് വഹിച്ച ഒരു കോഴ്സായി മാറി നമ്മുടെ ഈ LP-UP അറബിക് ക്രാഷ് കോഴ്സ്. എറണാകുളം ജില്ലയുടെ പേരിൽ നടത്തിയതാണെങ്കിലും അത് സ്റ്റേറ്റ് മുഴുവൻ അത് ഏറ്റെടുത്തു, അതിനുവേണ്ട പിന്തുണ തന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷമായി തോന്നുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടതുപോലെ തന്നെ നമ്മളൊരു കാര്യം ചെയ്തതിന്റെ പിന്നാലെ മറ്റു പലരും അത് തുടങ്ങിയെങ്കിലും ഇത്രമേൽ പിന്തുണയും ഇത്ര നല്ല രീതിയിൽ അത് സംഘടിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ മേന്മയായിട്ട് തന്നെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. അതിന്റെ പ്രധാനമായും നമ്മുടെ റസ്ല ടീച്ചറെ എടുത്തു പറയാതിരിക്കാൻ വയ്യ. എറണാകുളം ജില്ലയുടെ അക്കാദമിക് വിങ്ങിന്റെ ചെയർപേഴ്സണും ഇതിന്റെ ഫാക്കൽറ്റിയും ഒക്കെയായി റസ്ല ടീച്ചർ എടുത്ത വലിയൊരു എഫർട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലെ അജ്മൽ സാർ, അക്കാദമിക് വിങ്ങിന്റെ ചുമതല വഹിക്കുന്ന അജ്മൽ സാറും ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്ത വലിയൊരു എഫർട്ട്. ഏകദേശം 10ഓളം ഫാക്കൽറ്റികൾ, ജംഷാദ് ഫാറൂഖിയും ആഷിഖും മെഹബൂബും അജു ഷാഹിദും ഡോക്ടർ ഹാരിസും റുബീൻ ഷയും അല്ലമീനും ഫാത്തിമ മുനവ്വറയും തബസീമും റുഷ്ദയും ഉൾപ്പെടുന്ന ആ വലിയ ഫാക്കൽറ്റിയുടെ ഒരു വലിയ നിര, ഓരോ ദിവസവും അവരുടെ പ്രവർത്തനങ്ങൾ ആ ഗ്രൂപ്പിൽ എപ്പോഴും ക്ലാസ്സിൽ എപ്പോഴും കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ കയറി നോക്കുകയും അതിനേക്കാൾ ഉപരിയായി ക്ലാസ്സിൽ പങ്കെടുത്തവരുടെ അഭിപ്രായങ്ങൾ വായിച്ചു നോക്കാൻ എപ്പോഴും ഞാൻ സമയം കണ്ടെത്താറുണ്ട്. അപ്പോഴൊക്കെ ഏറ്റവും നല്ല രീതിയിൽ കോഴ്സിന്റെ കുറിച്ച് ഈ പഠിതാക്കൾ പറയുമ്പോൾ, കാരണം PSC ലിസ്റ്റിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ PSC ലിസ്റ്റിലേക്ക് പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്ന പഠിതാക്കൾ അവർ സാധാരണ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളെ പോലെ അല്ലല്ലോ. അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കോഴ്സ് ലഭ്യമാകുമ്പോഴാണ് അവർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കാണുന്നത്. ആ രീതിയിലുള്ള ഒരു നല്ല അഭിപ്രായ പ്രകടനങ്ങൾ പഠിതാക്കളിൽ നിന്ന് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയൊരു അംഗീകാരമായി തന്നെ നമുക്ക് ലഭിക്കുകയാണ്. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ ഫാക്കൽറ്റികൾക്കാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇത് വലിയൊരു തുടക്കമാണ്. ഇത് ഒരു നമ്മുടെ ഈ ക്രാഷ് കോഴ്സിന്റെ സമാപന സംഗമം ഒരു സമാപനമല്ല, മറിച്ച് നമ്മൾ ഇനിയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. സംസ്ഥാന അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ എല്ലാ ജില്ലകളിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനുള്ള സജ്ജീകരണങ്ങൾ നാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് വലിയൊരു വിജയമാണ്. ആ വിജയത്തിൽ നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങളും സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. അതോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് പരീക്ഷാ ടിപ്സ് നൽകാൻ നമ്മുടെ ഫാക്കൽറ്റികൾ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ PSC പരീക്ഷ എഴുതി ഈ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുടെ പരീക്ഷകളിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ അത് മാറട്ടെ. ആ രീതിയിൽ തന്നെ ഏറ്റവും അടുത്ത് തന്നെ PSCയിൽ ഏറ്റവും ഉയർന്ന റാങ്ക് നേടി അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാൻ നിങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
വലൈക്കും അസ്സലാം. താങ്ക് യു സർ. അടുത്തതായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ആദ്യമായി ക്ലാസ് എടുക്കാൻ വന്ന നമ്മുടെ ബഹുമാന്യനായ ജംഷാദ് ഫാറൂഖി സാറാണ്. അദ്ദേഹം അദബാണ് നമ്മുടെ ക്ലാസ്സിൽ കൈകാര്യം ചെയ്തിരുന്നത്. ഏറ്റവും നല്ല രൂപത്തിൽ അത് കുട്ടികളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം എല്ലാവിധ ശ്രമവും നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ സാറേ, പറഞ്ഞു, കറക്റ്റ് ആണ്. ബിസ്മില്ല, അൽഹംദുലില്ല. ഏറെ സന്തോഷമുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു സങ്കടവും തോന്നുന്നത്, ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് ഈ സെഷനുകളിൽ ഇരുന്നതാണ്. ഒരുമിച്ച് പഠിച്ചവരും പഠിപ്പിച്ചവരും ഒക്കെയാണ്. അപ്പോ അത് അവസാനിക്കുകയാണല്ലോ, തീർന്നു പോവാണല്ലോ എന്നുള്ള സങ്കടമുണ്ട്. നമ്മളെ റമദാനൊക്കെ അവസാനിക്കുമ്പോൾ ഒരു പ്രതീതി ഉണ്ടല്ലോ, അതുപോലെ തന്നെ. ഞാന് വീട്ടിലുള്ളത് അങ്ങാടിയിൽ പുറത്താണ്, അതുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും അൽഹംദുലില്ലാ, ഏറ്റവും നല്ല രൂപത്തിൽ നമ്മളിത് പൂർത്തിയാക്കി. ഈ ഒരു കോഴ്സിന്റെ പൂർത്തീകരണം പിന്നെ നല്ല രൂപത്തിൽ ഇനിയും 100% എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ പഠിതാക്കളൊക്കെ റാങ്ക് ലിസ്റ്റിലെത്തി ജോലിയിൽ കയറി, പിന്നെ അതും കൂടെ എത്തുമ്പോഴേ ഇതിനൊരു പൂർണ്ണ അർത്ഥത്തിലുള്ള പൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ. ഞാൻ ക്ലാസ് എടുത്തിരുന്നത് അദബാണ്, ഇൻഡോ അറബും അതേപോലെ അദബിന്റെ ഭാഗങ്ങളാണ് എടുത്തിരുന്നത്. അപ്പോ നമ്മൾ ഒരുപാട് വിശദീകരിച്ച് പറയാതെ, എന്നാൽ ഏറ്റവും എളുപ്പത്തിൽ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, പ്രീവിയസ് ഇയറിൽ വന്ന കാര്യങ്ങൾ കൂടുതൽ, അതൊക്കെയാണ് കൂടുതലും കുട്ടികളിലേക്ക് എത്തിച്ചത്. അപ്പൊ ആ രൂപത്തിൽ പിന്നെ നമ്മളെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ പ്രത്യേകം പഠിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ചില ആളുകൾ, അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ചില ആളുകൾ ചില ഏരിയ മാത്രം നോക്കി പോകുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അദബ് മാത്രം നോക്കി പോകുന്നവരുണ്ട്. അത് ഒരിക്കലും നമ്മൾ ചെയ്യരുത്. എല്ലാ ഏരിയയും ഒരുപോലെ നോക്കണം. പ്രത്യേകിച്ചും PSC ഇപ്പോൾ സിലബസ് ഓറിയന്റഡ് ആണ്, പണ്ടത്തെ രൂപത്തിലല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ജനറൽ എന്തായാലും നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കണം. അതേപോലെ ആ സ്ഥാനം നോക്കുക, ഓരോ വിഷയത്തിന്റെയും സ്ഥാനം നോക്കണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, നെഹ്വിന് നല്ല പ്രാധാന്യമുണ്ട്, പെഡഗോജിക്ക് ഉണ്ട്, ഇൻഡോ അറബിനുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് അദബ്. അപ്പൊ എല്ലാ ഏരിയയും നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. എല്ലാവിധ വിജയാശംസകളും പ്രാർത്ഥനകളും ഈ സമയത്ത് നേരുകയാണ്. എല്ലാവരും നമ്മൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ KMക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു കോഴ്സിന്റെ ആദ്യത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് എനിക്ക് KMA അവസരം തന്നു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്, തുടങ്ങി വെക്കാൻ സാധിച്ചു എന്നുള്ളതിൽ. പ്രത്യേകം റസല ടീച്ചറെ ഓർക്കുകയാണ്, നന്ദി പറയുകയാണ്. KMAയിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട വയനാട്ടിലെ മുസ്തഫ സാറിനെ കൂടെ ഈ സമയത്ത് ഓർമ്മിക്കുന്നു, നന്ദി പറയുന്നു. എല്ലാവിധ വിജയാശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം സാർ. എല്ലാവിധ ആശംസകളും സാറിനും നേരുകയാണ്. അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ ആഷിഖ് ഷാജാൻ സാറാണ്. സാറ് കുട്ടികൾക്ക് GK ആണ് എടുത്തിരുന്നത്. സാറിന്റെ ക്ലാസ് വളരെ ഭംഗിയായിരുന്നു. ഇടയ്ക്ക് ഒരു പ്രയാസം അനുഭവപ്പെട്ട സമയത്ത് സാറ് വളരെ, അതൊരു പ്രയാസവും കൂടാതെ ആ ക്ലാസ് നമ്മൾ മുന്നോട്ട് നയിച്ചത് സാറാണ്. അതുകൊണ്ട് സാറിന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറെ പ്രിയപ്പെട്ട കാമയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ, മറ്റ് ഉത്തരവാദിത്തങ്ങളുള്ള അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റസ്ല ടീച്ചറുമായുള്ള ഒരു അൽ മുർഷിദിലെ ബന്ധമാണ് എന്നെ ഈ ഒരു കാമയുടെ ഭാഗമായിട്ടുള്ള ക്ലാസ്സിൽ എത്തിച്ചത്. ഞാൻ പലപ്പോഴും റമദാനിൽ പൊതുവായിട്ട് നമുക്കറിയാം നല്ല തിരക്കുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരു കോളേജിലും ഹോസ്റ്റലിലെ വാർഡനൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം വേറെ ഒരു അക്കാഡമിയിലും ഒക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോ എന്നാലും എത്ര തിരക്ക് ഉണ്ടെങ്കിലും നമുക്ക് കഴിയുന്ന ഒരു ക്ലാസ് അല്ലെങ്കിൽ കഴിയുന്നൊരു
ഒരു സർവീസ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ ഫ്രീ ആയിട്ടാണ് കോച്ചിങ് എന്ന് പറയുമ്പോൾ അത് എനിക്ക് പ്രത്യേകിച്ച് ഒരു നമുക്ക് അതിനൊരു നോ എന്ന് പറയാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. ഫ്രീ ആയിട്ട് കുട്ടിക്ക് കോച്ചിങ് കൊടുക്കുന്നതിൽ നമുക്ക് ഭാഗമാകാൻ കഴിയാന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും അത് പോസിറ്റീവാണ്. നമുക്ക് അതിലൊരു നെഗറ്റീവ് വരല്ലോ. ഇപ്പോൾ കുറേ കാശൊക്കെ തരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കുറേ ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടാവും, കുറേ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. എത്ര നന്നായാലും അതിന്ന് അവരിങ്ങനെ തികഞ്ഞു നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാ അവിടെ ഇരിക്കുന്നു എന്നൊക്കെ ഒരു തോന്നല് അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവും. അപ്പൊ അവരതിനനുസരിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയും. അപ്പം ഇതാവുമ്പോൾ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതും അറബിക് സ്റ്റുഡൻസിന് പലപ്പോഴും GK പാർട്ട് എന്ന് പറയുന്നത് അവർ പലരും അത് ശ്രദ്ധിക്കാറ് തന്നെ ഇല്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഒരു മൈൻഡില് ഒരു സ്റ്റാൻഡേർഡിൽ അവർക്ക് എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ നമ്മുടെ പരിചയമുള്ള സുഹൃത്തുക്കളാണ് കുറെ അക്കാഡമീസ് നടത്തുന്നത്. അവർക്കൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട്. പൈസക്ക് എടുക്കാറുണ്ട്, ചെറിയ പൈസക്ക് തരുന്നവരുണ്ട്, നല്ല പൈസ തരുന്നവരുണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നവരുണ്ട്. അപ്പോ ഒരു പരസ്പരം ഇങ്ങനെ എല്ലാവരും സഹകരിച്ച് പോകുമ്പോഴാണ് ഗുണമുള്ളത്. പിന്നെ GK കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ള, എനിക്ക് കൂടുതലായിട്ട് ഇതിന്റെ വലിയ ടിപ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ മാർക്ക് കിട്ടാനുള്ള പ്രത്യേക കൺസെപ്റ്റോ ഐഡിയാസോ ഒന്നും എനിക്കില്ല. ഞാനും നിങ്ങളൊക്കെ പോലെ ഇപ്പോഴും നിലവിൽ BSc ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി തന്നെയാണ്. രണ്ട് മൂന്ന് ലിസ്റ്റിലുണ്ടായിരുന്നു, അതൊക്കെ എക്സ്പയർ ആയി പോയി. ഒരു ലിസ്റ്റ് ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട്. ഇൻഷാല്ല അതിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ചെറിയ ഒന്ന് രണ്ട് റാങ്കിന്റെ ഡിഫറൻസിൽ നിൽക്കുകയാണ് ഇപ്പോൾ. അതും കൂടി കഴിഞ്ഞാൽ കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോ എന്തായാലും GK എന്ന് പറഞ്ഞാല് ഒരു ജസ്റ്റ് ഒരു എക്സാം ഓറിയന്റ് എന്നതിനപ്പുറം നമ്മുടെ ഒരു കൾച്ചറായിട്ട് മാറേണ്ട ഒരു സാധനമാണ്. ഡെയിലി ഒരു 10 കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ ഭൂമി ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അത് പല രീതിയിൽ നമുക്ക് കിട്ടും. ഭയങ്കര കോച്ചിങ്ങിനോ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ ഒക്കെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തോ അങ്ങനെയൊന്നും കിട്ടേണ്ടതല്ല. നമുക്ക് ഡെയിലി നമ്മൾ കാണുന്ന വാർത്തകൾ അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇതില് പ്രധാനമായിട്ടും എനിക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ടാണ് പല ക്വസ്റ്റിനും വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 2 മാസങ്ങൾക്ക് മുന്നേ, അതായത് ഇപ്പോ എക്സാം നടക്കുന്നത് ഏപ്രിലാണ്. അപ്പോൾ ഒരു ജനുവരി, ഫെബ്രുവരി, അതിന് മുമ്പത്തെ ഡിസംബർ, നവംബർ, ഇത്രയൊക്കെ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇപ്പോൾ ആറാട്ടുപുഴ വേലായുധ, ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടോ, വേലായുധ പണിക്കരുടെ ജനിച്ചിട്ട് ഇപ്പൊ 200 വർഷമാവുകയാണ് 2025. അപ്പൊ 1825 അദ്ദേഹം ജനിച്ചത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ചിലപ്പോൾ ഒരു പക്ഷെ ചോദ്യം ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഒരേ സമയം നവോത്ഥാനത്തിലുള്ള ആളും എന്നാൽ ഇപ്പം 200 വാർഷിക ആഘോഷിക്കുന്നു. അപ്പൊ ഇതേപോലെ പല ക്വസ്റ്റിനും നമുക്ക് എന്തുകൊണ്ടാണ് അവര് ചോദിക്കാനുള്ള കാരണം അന്വേഷിച്ച് പോകുമ്പോൾ ഇപ്പോഴത്തെ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് അതിന് ഒരു റിലവൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുക. ഇനിയിപ്പോ ഒരുപാട് പഠിക്കാനുള്ള സമയമൊന്നുമില്ല. ബേസിക് ആയിട്ട് നമ്മുടെ എന്താ പറയാ, ഗവൺമെന്റ് ലെവലുള്ള ആളുകൾ, കമ്മീഷന്റെ പ്രധാനപ്പെട്ട ആളുകൾ, മന്ത്രിമാര്, നാഷണൽ സ്റ്റേറ്റ് ലെവല്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടിയാൽ തന്നെ ഒരു ടോട്ടൽ ജനുവരി, ഫെബ്രുവരി കറണ്ട് അഫയേഴ്സ് ഒക്കെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോസ് ലഭ്യമാവും. ചെറിയ 10 മിനിറ്റ് ഒക്കെ ഉള്ള എന്തെങ്കിലും ഒരു 10-20 ക്വസ്റ്റനിൽ 10 നമുക്ക് ആൻസർ ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരുപാട് ആളുകളുടെ മുന്നിലെത്തും. കാരണം എല്ലാവരും അറബിക്കിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, GK കൊടുക്കാറില്ല. അപ്പൊ നമ്മൾ GK കുറച്ച് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ മുകളിൽ വരും. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള, മറ്റു പലർക്കാരും മുന്നിൽ വരാനുള്ള ഒന്നാണ് GK ശ്രദ്ധിക്കാന്നുള്ളത്. വേറെ ഞാൻ ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ല. എനിക്ക് ഒരുപാട് എന്താ പറയാ ഗുണങ്ങൾ മാത്രമേ നിങ്ങളോട് കൂടിയിട്ട് ഉണ്ടായിട്ടുള്ളൂ. അത് എനിക്ക് സന്തോഷത്തോടു കൂടി പറയാൻ കഴിയും. എന്നുവെച്ചാല് കുറെ പേര് മുന്നേ മെസ്സേജുകളൊക്കെ ഇങ്ങനെ കുറെ പേര് അയക്കാറുണ്ടായിരുന്നു, ഇത്ര ജോലി കിട്ടി, പിന്നെ കുറെ പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു പോസിറ്റീവാണ്. അതായത് വലിയ പഠിപ്പികളൊക്കെ ജോലി നേടി പോയിട്ടുണ്ട്. ഇനി നമ്മളെപ്പോലുള്ള പാവങ്ങൾക്കൊക്കെ ഒരുപാട് അവസരം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇനിയുള്ള ചാൻസ് ഇപ്പൊ ഒരു കഴിഞ്ഞൊരു 2 വർഷത്തിനുള്ളിൽ ഒരുപാട് നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ഒരുപാട് പേര് ജോലി കിട്ടിയും. അപ്പോൾ നമുക്ക് ഒരുപാട് അവസരമുണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനൊരു അതിശയോക്തി പറഞ്ഞൊന്നല്ല, നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്.
പിന്നെ നമുക്കറിയാം എല്ലാവർക്കും ഒന്നും ജോലി കിട്ടാൻ പോകുന്നില്ല. അത് നമ്മുടെ PSC അല്ലെങ്കിൽ എന്താവട്ടെ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ സാധനം എന്നാൽ PSC ജോലിയായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊന്നുമല്ല. നമ്മൾ മരിക്കുന്നവരെ നമുക്ക് ജീവിക്കണം, നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ, ഇതല്ലെങ്കിൽ മറ്റൊന്ന്, അതിലേക്ക് അടുത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കാര്യങ്ങൾ. അപ്പൊ PSC നമ്മൾ ശ്രമിക്കുക, നമുക്ക് കിട്ടേണ്ട കിട്ടും. കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊരു പ്രശ്നമൊന്നുമില്ല. ഞാൻ പലപ്പോഴും കുട്ടികളോട് അതും പറയാറുണ്ട്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ലോകത്തെ ഏറ്റവും സമ്പന്നരായ ആളുകളൊക്കെ എടുത്ത് നോക്കിയാൽ അവരൊന്നും സർക്കാർ തലത്തിലുള്ളവരൊന്നും അല്ല. അല്ലെങ്കിൽ പിന്നെ വല്ല അഴിമതിയും കാണിക്കണം. മര്യാദയ്ക്ക് ജീവിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരൊന്നും സമ്പന്നരൊന്നും അല്ല. അവരുടെ അവസ്ഥ വളരെ, പലരുടെ അവസ്ഥ പരിതാപകരാണ്. കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. നല്ല സമ്പന്നരെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളും ആ നിലയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് സേഫ് ആയിട്ടുള്ള ഒരു ജോബ് എന്ന നിലയിലാണ്. പിന്നെ പ്രത്യേകിച്ചും സ്ഥിരമായ വരുമാനം, അങ്ങനെയൊക്കെ പലതരത്തിലെ കൺസെപ്റ്റ് ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നാലും നമ്മളെ ഒന്നും തോൽപ്പിക്കാൻ ഒരു PSCക്ക് ആവൂല എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു PSC എക്സാം ഇപ്പൊ എത്ര PSC 10, 52 ഒക്കെ എഴുതിയവരുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ വളരെ എന്താ പറയാ, ബിഗിനേഴ്സ് ആണ്. നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഒരിക്കലും നമ്മള് ഒരു പരാജയം അല്ലെങ്കിൽ തോൽവി എന്നൊരു സംഭവം ഒന്നും ഇതിലില്ല. നമ്മൾ ശ്രമിച്ചു, നമുക്ക് കിട്ടിയില്ല, നമുക്ക് അടുത്ത് നോക്കാല് മറ്റൊന്ന് നോക്കാം, അത്രേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ബുദ്ധിയുള്ളവർക്ക്, കഴിവുള്ളവർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് ഈ ഭൂമിയിൽ. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് നമ്മളൊരു മാർക്ക് ഇടുക, നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക, അതിന് മുന്നോട്ട് പോവുക. പലരും PSC എക്സാം കഴിയും അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് മക്കളെ നോക്കുന്നില്ല, ഭർത്താവിനെ അറിയാൻ വയ്യ, അവസാനം PSC എക്സാം കഴിയുമ്പോൾ ഇവരെയും കാണാനില്ലാത്ത അവസ്ഥ പലരുടെയും. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് പ്രാഥമിക വില ഉത്തരവാദിത്വം മാറ്റി വെച്ചിട്ട് പഠിക്കുന്ന ഒരു സാഹചര്യം അതൊന്നും ഉണ്ടാവരുത്. എക്സാം കഴിഞ്ഞാൽ നമുക്ക് ഇവരൊക്കെ വേണം. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത ഉമ്മമാരൊക്കെ ഇപ്പം കുറെ മാസങ്ങളായിട്ട് തിരിഞ്ഞു നോക്കാറില്ല എന്നൊക്കെ കുട്ടികൾ പറയാറുണ്ട്, ഭർത്താക്കന്മാര് പറയാറുണ്ട്. അത് അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല. നമുക്ക് എക്സാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ പെട്ടെന്ന്, ഇപ്പൊ 2 എക്സാമാണ് വരാൻ പോകുന്നത്. 29-ാം തീയതി ഒരു എക്സാം ഉണ്ട്, മറ്റന്നാൾ ഒരു എക്സാം ഉണ്ട്. അപ്പൊ 29-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം നിങ്ങൾ റെസ്റ്റ് എടുക്കണം. ഇതൊന്നും തലയിൽ വെക്കാതെ ഒന്ന് ഫ്രീ ആവണം. പിന്നെ ജൂണിലൊക്കെ നമുക്ക് വീണ്ടും സ്കൂളിൽ ഡെയിലി വേജ് ഒക്കെ പോവാം. അതിന് മുമ്പുള്ള ടൈം റിലാക്സ് ചെയ്യാം. ഓക്കെ, ഇൻഷാല്ലാ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും. ഞാൻ കുറച്ച് സമയം അധികം എടുത്തു എന്ന് തോന്നാണ്, അതിൽ ക്ഷമ ചോദിക്കുന്നു. ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട്. പിന്നെ എല്ലാവർക്കും എല്ലാം നന്മയുണ്ടാവട്ടെ ജീവിതത്തിൽ. ഞാൻ പ്രത്യേകിച്ചൊരു PSCക്ക് വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് എല്ലാവരുടെ ആഗ്രഹമാണ്. പക്ഷെ അതിനപ്പുറം ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. പിന്നെ ഇതിന്റെ ഒരു സംഘാടകരായിട്ടുള്ള ആളുകൾ വലിയൊരു കാര്യമാണ് ചെയ്തത്. നമ്മൾ വേറെ ആരോടും കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെയാണോ സൂപ്പർ, മറ്റുള്ളവരെ ആണോ സൂപ്പർ, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യുക. നമ്മുടെ പ്രതിഫലം പടച്ചവനാണ് തരുന്നത്. മറ്റാരുടെയും നല്ല വാക്കുകളോ അല്ലെങ്കിൽ കുത്തുവാക്കുകളോ ഒന്നും പ്രതീക്ഷയല്ല നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ, വിശ്വാസം നമ്മളിൽ ഉണ്ടാവട്ടെ. അങ്ങനെ പ്രവർത്തിച്ച ആളുകളാണെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അതിനുള്ള പ്രതിഫലം പടച്ചവൻ നൽകട്ടെ. നമുക്ക് ഇൻഷാല്ലാ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോൾ ഞാൻ എക്സാം എഴുതാൻ വരുമ്പോൾ നിങ്ങളെ കാണുന്നുണ്ടാവും. അപ്പോ പരിചയപ്പെടാനും സംസാരിക്കാനൊന്നും മടിക്കരുത്. ഓക്കെ, ഇൻഷാല്ലാ ഖൈറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം. സാറേ, ഒരുപാട് നല്ല നല്ല ഉപദേശങ്ങൾ നൽകി. സാറിനും എത്രയും പെട്ടെന്ന് PSC ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളൊക്കെ തന്നെയും ആദ്യ കാലഘട്ടത്തിൽ വളരെ ഫക്കീർമാരായിരുന്നു. പിന്നീട് എഴുതുന്ന PSCകളിലൊക്കെയും കയറാൻ ഉള്ള ഭാഗ്യം ഞങ്ങളിൽ പലർക്കും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അത് കിട്ടും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ ദുആ ഇരക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ക്ഷണിക്കുന്നത് ബഹുമാനപ്പെട്ട മെഹബൂബ് സാറിനെയാണ്. മെഹബൂബ് സാറ് ക്ലാസ്സിൽ കൈകാര്യം ചെയ്തിരുന്നത് ഭാഷയുടെ തന്നെ ഏറ്റവും സൗന്ദര്യ ശാസ്ത്രമായിട്ടുള്ള ബലാഗയാണ്. ബലാഗയുടെ എല്ലാ തരത്തിലുള്ള സൗന്ദര്യം, അതിന്റെ എല്ലാ സൗന്ദര്യവും ആവാഹിച്ചുകൊണ്ട് കുട്ടികളിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. എൻ്റെ വോയിസ് ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഇന്ന് പരീക്ഷയുടെ അവസാന നിമിഷങ്ങളുടെ തയ്യാറെടുപ്പിലാണ് വേണ്ടത്. അപ്പോൾ സുദീർഘനേരം സംസാരിച്ച് നിങ്ങളുടെ സമയം കവർന്നെടുക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ കാരണം ഞാൻ എന്നോട് സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരമൊരു ശ്രമം നിങ്ങൾക്ക് വേണ്ടി വലിയ എഫേർട്ട് എടുത്ത് നടത്തിയ KMA ഭാരവാഹികളെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ വേദി ആദ്യമായി ഉപയോഗപ്പെടുത്താണ്. അതോടൊപ്പം അവരെടുത്ത എഫേർട്ടിനൊരു എൻ്റെ വക ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം സാധ്യമായാൽ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു അവസരത്തിന് കാത്തിരുന്നത് കേട്ടോ. പിന്നെ സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിന്റെ അവസാനം പറഞ്ഞതുപോലെ ഇതൊരു തുടക്കം മാത്രമാണ്, ഇതൊരു അവസാനമല്ല, ഇതൊരു സമാപനമല്ല. പണ്ട് നീലാം സ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ചെറിയ കുറിയ മനുഷ്യനൊരു വലിയൊരു കാൽവെപ്പും വലിയ ലോകത്തിനൊരു ചെറിയ കുതിച്ചു ചാട്ടവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയ തുടക്കമാണ്, ഇനി വലിയ ലോകത്തേക്ക് യാത്ര ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങളും കൂടെ ഉണ്ടാകുമ്പോൾ മാത്രമേ അത് സാധ്യമാവുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമതൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ പലപ്പോഴായിട്ട് പിന്നെ പിന്നെ മിർസ ഗാലിബ് പറയാറുണ്ട്, ഖ്വാഹിഷോं की काफिला बहुत अजीब है गालिब, ख्वाहिशों के काफिला बहुत अजीब है गालिब, अक्सर वहीं से गुजरता है वहाँ जहाँ रास्ता नहीं हो. സ്വപ്നങ്ങളുടെ കാഫിലക്കൂട്ടം, അതിന്റെ സഞ്ചാരപഥങ്ങൾ വളരെ ആശ്ചര്യജനകമാണ് എന്ന് ആര് മിർസ ഗാലിബ് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അതെപ്പോഴും സഞ്ചരിക്കാറുള്ളത് വഴികളില്ലാത്ത ഇടങ്ങളിലേക്ക് തേടിയിട്ടാണ് എന്നുള്ളത്. അപ്പോ പുതിയ പുതിയ പാതകൾ അന്വേഷിച്ചുള്ള ഈ യാത്രയിൽ അവരെ പിന്തുണക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആവശ്യം കൂടിയാണ്, അവർക്ക് നമുക്ക് നൽകാൻ വരുന്ന ഒരു ട്രിബ്യൂട്ടും കൂടിയാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ മുൻപ് പ്രസംഗിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇത് മുൻഗാമികൾ ചെയ്തു തന്ന നന്മയുടെ തുടർച്ചയുടെ അതിന്റെ പതാകവാഹകരായി തലമുറകളിലേക്ക് ഇതിനെ, ഈ ഭാഷയെയും അതിനെ സ്നേഹിക്കുന്നവരെയും വളർത്തിയെടുക്കാനും കൈമാറാനുള്ള ഒരു ഉദ്യമത്തിന്റെ ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോ അത് നമുക്ക് പലപ്പോഴും എൻ്റെ ഒരു അധ്യാപകൻ പറയാറുണ്ട്, ഞാൻ അന്നം തിന്നുന്നതും എൻ്റെ ഫാമിലി കഴിയുന്നതൊക്കെ ഈ ഭാഷ തരുന്ന ഔദാര്യത്തിൽ നിന്നാണ്. അത് പഠിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ജോലിയാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഈ ഭാഷയോട് നമുക്ക് വലിയ കടപ്പാടുണ്ട്. കേവലം ജോലി നേടി നമ്മുടെ ജീവിതം സേഫാക്കുക മാത്രമല്ല, ഇതിന്റെ നിലനിൽപ്പിന് വേണ്ടി അധ്വാനിക്കുക എന്നുള്ളത് മതപരമായ വീക്ഷണം എടുത്തു നോക്കി കഴിഞ്ഞാലും എല്ലാതെയും നമ്മുടെ മേൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാസിർ കാസിമി പാടിയതുപോലെ, യൂഹി ആബാദ് രഹേഗി ദുനിയ ഹം നഹീ ഹോംഗെ കോയി ഹംസാ ഹോഗ. ലോകം ഇവിടെ ഇങ്ങനെ എന്താണ് അനുസ്യൂതം കറങ്ങിക്കൊണ്ടേയിരിക്കും. യൂഹി ആബാദ് രഹേഗി ദുനിയ ഹം നഹീ ഹോംഗെ, പക്ഷെ നമ്മൾ ഉണ്ടാവില്ല. കോയി ഹംസാ ഹോഗ. ആരെങ്കിലും നമുക്ക് വേണ്ടി ഈ ഭാഷയെ ഏറ്റെടുത്ത് തലമുറകളിലേക്ക് പകരാൻ നമുക്ക് വേണ്ടി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ഈ കർമ്മങ്ങളെ, ഈ ദൗത്യങ്ങളിലേക്ക് അവരെ ഏറ്റെടുക്കാൻ മുന്നോട്ട് കൊണ്ടുപോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരുടെ ശ്രമങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനിയും ഉന്നതമായ മൂല്യങ്ങളിലേക്ക് ഈ ഭാഷയെ കൈപിടിച്ചുയർത്താനും ധാരാളം ആളുകൾക്ക് വെളിച്ചം പകരാനും ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ബലാഗയാണ്, അതുപോലെ അബ്ബാസിദ് ലിറ്ററേച്ചറൊക്കെയാണ് ഞാൻ എടുത്തത്. എന്നെക്കാൾ വലിയ എക്സ്പെർട്ടായ ആളുകളാണ് നിങ്ങളൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ലാസ്സിൽ വിശദമായി ഞാൻ പരമാവധി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പല തിരക്കുകൾക്കിടയിലും ചില ഭാഗങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ ക്ഷമ കൂടി ഈ അവസരത്തിൽ ചോദിക്കുകയാണ്. വീണ്ടും അവസരങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടുമുട്ടാം, നമുക്കതൊക്കെ പൂർത്തീകരിക്കണം. കുറെ കഥകൾ പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന, പ്രത്യേകിച്ച് റസൽ ടീച്ചറുമായുള്ള ഒരു കണക്ഷന്റെ പേരിലാണ് ഇത്തരം വേദികളിലേക്ക് എത്തുന്നതും. ഒറ്റ നിയത്തേ ഉള്ളൂ, ധാരാളം ആളുകൾക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള അവസരം തന്ന KMA, പ്രത്യേകിച്ച് റസൽ ടീച്ചർ ഹൃദ്യമായി കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും ബിദ്വാ. നിങ്ങളൊക്കെ ദ്വായിലുണ്ടാവും, അതുപോലെ എന്നെയും ദ്വായിൽ ഉൾപ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശുക്രൻ ഹസ്നി ഇസ്തിമാഇക്കും ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ഈ ഭാഷയുടെ സൗന്ദര്യം ബലാഗയാണെങ്കിൽ ഭാഷയുടെ നട്ടെല്ല് നെഹ്വാണ്. ആ നെഹ്വിനെ വളരെ സുന്ദരമായി കുട്ടികളിലേക്ക് എത്തിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ ആരിസ് അഷിരി സാറാണ്. സാറ് ഈ പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് ഒരു ക്ലാസ് കഴിഞ്ഞിട്ടാണ് സാറ് വരുന്നത്. അത്രയും എഫർട്ട് എടുത്താണ് നമ്മളോട് വളരെയധികം സൗഹാർദ്ദപരമായ, നമ്മളോട് വളരെ നന്ദിയോടുകൂടി, അല്ലെങ്കിൽ നമ്മളോട് വളരെ താല്പര്യത്തോടു കൂടിയാണ് ഷിരി സാർ നമ്മളോട്
സംസാരിക്കാൻ വരുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. അദ്ദേഹത്തെ ആർദവമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറില്ലാഹി അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ KAMA സംസ്ഥാന അതുപോലെ എറണാകുളം ജില്ലാ നേതാക്കന്മാർ, തമീമുദ്ദീൻ സാർ, ജാഫർ സാർ, അതുപോലെ തന്നെ റസ്ല ടീച്ചർ, റുബിൻ ഷാ, പിന്നെ മറ്റു പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുന്ന പഠിതാക്കളെ, വളരെ സന്തോഷവും ചാരിതാർത്ഥ്യവുമുള്ളൊരു നിമിഷമാണ്. ആദ്യമായിക്കൊണ്ട് ആ സംഘടനയെ അഹോരാത്രം പ്രശംസിക്കുകയാണ്. കാരണം അവരിത് നടത്തുന്നത്, കൂടുതൽ അതിലേക്ക് പറയുന്നില്ല, എന്നാലും ഒന്ന് നന്ദി പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഈ പ്രോഗ്രാമുകൾ നടത്തുന്നതും ക്ലാസ് എടുത്ത ഞങ്ങളെപ്പോലത്തെ അധ്യാപകരും ഒക്കെ തന്നെ മറ്റൊരു ലക്ഷ്യവും വെച്ചുകൊണ്ടല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്, ഒരു പൈസയും വാങ്ങിയിട്ടല്ല, അവര് നടത്തുന്നതും ഒന്നും വാങ്ങിയിട്ടല്ല, അറബി ഭാഷയോടും അത് പഠിക്കുന്നവരോടുമുള്ള ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ്. ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നത്, ഇമാം സഅലബി ഇമാമിന്റെ ഫിഖ്ഹുൽ ലുഗ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വമൻ അഹബ്ബല്ലാഹ അഹബ്ബ റസൂല വമൻ അഹബ്ബ റസൂല അഹബ്ബൽ അറബ വമൻ അഹബ്ബൽ അറബ അഹബ്ബൽ അറബിയ. എന്നിട്ട് പറയുന്നുണ്ട്, വമൻ അഹബ്ബൽ അറബിയത അനാബിഹ വസാബറ അലൈഹ വസ്വറഫ ഹിമ്മതഹു ഇലൈഹ. അറബി ഭാഷ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ അവൻ വല്ലാതെ പരിഗണിക്കുകയും, സാബറ അലൈഹ എന്ന് പറഞ്ഞാൽ അതിന്റെ മേൽ ദായിമാവും, എന്നും എല്ലാ സമയത്തും അറബി ഭാഷയോടുള്ള അവന്റെ സ്നേഹവും അതിനോടുള്ള താല്പര്യവും അതിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റും അവൻ പ്രകടിപ്പിക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതൊരു താല്പര്യം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ഈ സംഘാടകർക്കും ക്ലാസ് എടുക്കാൻ അധ്യാപകർക്കും ഒക്കെ പ്രചോദനമായിട്ടുള്ളത്. ഈ ഭാഷാധ്യാപകരായി മാറിക്കഴിഞ്ഞാലും അല്ലെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്കും ഈ ഭാഷയോടും ഇതിന്റെ സംഘാടകരോടും നടത്തിപ്പുകാരോടും ഒക്കെ തന്നെ താല്പര്യവും ഇതിനു വേണ്ടി നിങ്ങളും പ്രവർത്തിക്കണമെന്നും ആമുഖമായി പറയുകയാണ്. ഞാൻ എടുത്ത വിഷയം എന്നുള്ളൊരു നെഹ്വാണ്. നെഹ്വ് എന്ന് പറയുന്നത് ഇപ്പൊ പരീക്ഷകൾക്ക് ഒന്ന് ഭാഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെഹ്വാണ്. കാരണം ഒരു ഭക്ഷണത്തിൽ ഉപ്പ് എങ്ങനെയാണോ അതുപോലെയാണ് അറബി ഭാഷയെ സംബന്ധിച്ച് ഗ്രാമർ എന്നാണ് കവിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്രമാത്രം ഭാഷ മനസ്സിലാക്കണമെങ്കിൽ, വായിക്കണമെങ്കിൽ പോലും ഗ്രാമർ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് മുഴുവനും ഏറ്റവും കൂടുതലായി ചോദിക്കുന്നത് ഒരു ഏരിയയാണ് നെഹ്വ്, അതുപോലെ തുർക്ക് തദ്രീസ് ഒക്കെ. ഇപ്പൊ നെഹ്വിന്ന് ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. കഴിഞ്ഞ ഒരു HSA പരീക്ഷയ്ക്ക് 28 ചോദ്യങ്ങളായിട്ടാണ് നെഹ്വിൽ നിന്ന്. 85 ചോദ്യം അറബിയിൽ വന്ന HSAക്ക് 28ഓളം ചോദ്യങ്ങൾ നെഹ്വിൽ നിന്ന് മാത്രമാണ്. അപ്പൊ നെഹ്വ് നന്നായിട്ട് എഴുതാൻ പറ്റിയാൽ തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നത് ഒരു ഉറപ്പാണ്. എന്നാൽ നിങ്ങൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒന്ന്, നെഹ്വിനെന്നല്ല ഏത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ടെൻഷൻ ഇല്ലാതെ ഫ്രീ മൈൻഡോട് കൂടി എഴുതാൻ ശ്രമിക്കണം. ഓവർ ടെൻഷൻ അടിച്ചിട്ട് നന്നായിട്ട് പഠിച്ചു പോയിട്ട് പോലും ആ സമയത്ത് ടെൻഷൻ കൊണ്ട് ഓപ്ഷൻ മാറിപ്പോവുകയും അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത് കറപ്പിച്ചതിന് ബബിൾ ചെയ്തതിന് ശേഷം പിന്നീട് ഇതാണ് ശരിയെന്ന് മനസ്സിലാവുന്നൊക്കെ ധാരാളം ആളുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ആവാതെ വളരെ ഫ്രീ മൈൻഡായിട്ട് നമ്മൾ പഠിച്ചതൊക്കെ നല്ല രൂപത്തിൽ എഴുതാൻ, മനസ്സിലാക്കിയ രൂപത്തിൽ എഴുതാൻ തക്ക നിങ്ങൾ പോകണമെന്നുള്ളതാണ്. പിന്നെ നെഹ്വിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അശ്രദ്ധ വളരെ ഒഴിവാക്കേണ്ട ഒരു ഏരിയയാണ് നെഹ്വ്. കാരണം ചെറിയ അശ്രദ്ധ കൊണ്ട് പോലും നമുക്ക് മാറിപ്പോവുകയും ആൻസറുകൾ തെറ്റിപ്പോവാനും സാധ്യതയുണ്ട്. പഠിച്ച പല ആളുകളും നെഹ്വ് നന്നായിട്ട് കായികകൾ അറിയുന്ന അല്ലെങ്കിൽ പ്രാക്ടിക്കലി പോലും പഠിച്ച ആളുകൾക്ക് പോലും 4 ഓപ്ഷനുകൾ കാണുന്ന സമയത്ത് കൺഫ്യൂഷൻ ആയിട്ട് പലതും മാറി എഴുതാറ്, അല്ലെങ്കിൽ ചാടി എഴുതിയിട്ടൊന്നും ശ്രദ്ധിക്കാതെ അശ്രദ്ധ കൊണ്ട് എഴുതിയിട്ട് മാറിപ്പോകുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മൾ എപ്പോഴും 2 നിയമങ്ങൾ പലപ്പോഴും ഞാൻ നെഹ്വിന്റെ ചോദ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ പഠിച്ച 2-3 കാര്യങ്ങൾ ചേർന്നുകൊണ്ടാണ് ചോദ്യത്തിൽ സാധാരണ വരാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ എനിക്ക് ധാരാളം ആളുകൾ പേഴ്സണലി ഇങ്ങനെ ചോദ്യങ്ങൾ അയച്ചു തരാറുണ്ട്. അപ്പൊ അതിലൊക്കെ വരുന്ന ചോദ്യത്തിൽ ഇപ്പൊ ലാ എനാലുൽ മജിദ ഇല്ല ഡാഷ് ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നതാണ്. അതിൽ മുഖ്ലിസീൻ മുഖ്ലിസൂൻ എന്നൊക്കെ ഓപ്ഷൻ കൊടുത്തു. അപ്പൊ ഈ നിയമം നിങ്ങൾ ഇസ്തസ്ന പഠിച്ച ഒരാളെ സംബന്ധിച്ച് മുസ്തസ്ന മിന്നു പറയപ്പെട്ട നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് വേണ്ടത്, കളയപ്പെട്ടതൊക്കെ പഠിച്ച നിയമമാണ്. അപ്പൊ ഇവിടെ മുസ്തസ്ന മിന്നു കളയപ്പെട്ടതാണ് എന്ന് അയാൾക്കറിയാം. ആ മുസ്തസ്ന മിന്നു കളയപ്പെട്ടാൽ ഇല്ല, ഒഴിവാക്കിയാൽ എന്താണ്, അതുപോലെ ഇറാബ് ചെയ്യണം എന്നൊക്കെ അറിയാം. ചോദ്യം വന്നത് ലാ യനാലുൽ മജിദ ഇല്ല ഡാഷ്.
പെട്ടെന്ന് ചെയ്തു മുഖ്ലിസീൻ ഒറ്റ എഴുത്താണ്. കാരണം ലാ യനാലും ഫിഅല് വന്നു, ഫായില് വന്നു, മഫ്ഊലിന്റെ സ്ഥാനത്താണ് മുഖ്ലിസീൻ. ആൻസർ തെറ്റി. അങ്ങനെ തെറ്റിച്ച ആളുകൾ ധാരാളം ഉണ്ട്. സത്യത്തിൽ മുഖ്ലിസു എന്നാണ് വരിക. എന്താണ് അവിടെ ചോദ്യകർത്താവ് ചെയ്തത്? യനാലുവിന്റെ തൊട്ട് ശേഷം മഫ്ഊൽ കൊടുത്തു, മഫ്ഊൽ കൊടുത്തു, ശേഷം വരേണ്ടത് ഫായിലാണ്. അപ്പൊ ഒറ്റയടിക്ക് ഫീലിന്റെ കൂടെ ഫായിൽ വന്നു, ഇനി വരേണ്ടത് മഫ്ഊലാണ് എന്ന നിലയ്ക്ക് നസ്ബ് കൊടുത്തു. സത്യത്തിൽ ഫായിലായിരുന്നു വരേണ്ടത്, ഫായിലിന്റെ സ്ഥാനത്തായിരുന്നു റഫ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ അത് തെറ്റിയത് എന്തുകൊണ്ടാ? ആ നിയമം കംപ്ലീറ്റ് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്, പഠിക്കാത്ത ആളല്ല, ജസ്റ്റ് പോയി അറ്റൻഡ് ചെയ്തതല്ല. ഇസ്തിസ്നയുടെ നിയമങ്ങൾ മുഴുവൻ പഠിച്ച. കാരണം ഞാൻ ഏകദേശം 2019 മുതൽ ഇതിന്റെ PSCയുടെ കോച്ചിങ് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പൊ അതിലൊക്കെ ധാരാളം നല്ല ബ്രില്യൻ്റ് ആയ ആളുകളുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ ജോലിയിൽ കയറിയിട്ടുണ്ട്. എന്നാൽ വളരെ നല്ല എഫേർട്ട് എടുത്ത നല്ല ബ്രില്യൻ്റ് ആയ ആളുകൾ റാങ്ക് ലിസ്റ്റിൽ താഴെയായി പോകുന്ന പലരെയും കാണുന്നുണ്ട്. അവർക്കൊക്കെ സംഭവിക്കുന്നത്, അവരൊക്കെ നന്നായിട്ട് പഠിച്ചതാ. എനിക്കറിയാം, ഞാൻ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നേരിട്ട് ചോദിക്കുമ്പോൾ, ലൈവ് ക്ലാസ്സിലും ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ആൻസറുകൾ പറയുന്ന ആളുകളാണ്. പക്ഷെ ഓപ്ഷൻ കാണുമ്പം ഇത് 2-3 ചേർന്ന് വരുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് മാറിപ്പോവുകയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ധാരാളം ചോദ്യങ്ങൾ. ഇപ്പൊ ഉദാഹരണം പറയണം, മറ്റൊന്ന് ഇപ്പൊ സലാസത്തു മസാജിദ്, ഒരു ഓപ്ഷൻ കൊടുക്കും, മസാജിദ, മസാജിദി, മസാജിദു. അതത് മഹദൂദിന്റെ നിയമം ഒരാൾ പഠിച്ചിട്ടുണ്ടാവും. 3 മുതൽ 10 വരെ മഹദൂദിന് ജമ്മാക്കി ജെറ് ചെയ്യണമെന്ന് പഠിച്ച ഒരാൾ ഒറ്റ കുത്തലായിരിക്കും സലാസത്തു മസാജിദി. പക്ഷെ അവിടെ എന്താ ചെയ്തത്? ചോദ്യം കൊടുത്ത ആള്, ചോദ്യകർത്താവ് ചെയ്തത് മസാജിദ് എന്ന മംനൂം നസർഫ് അതിലേക്ക് അങ്ങ് കുത്തിത്തിരികി. എന്ന് പറഞ്ഞാൽ ജമ്മാക്കി ജെറ് ചെയ്യണമെന്ന നിയമം അവിടെയും ബാധകമാണ്. പക്ഷെ ഫതഹത്തുകൊണ്ട് ജെറാണ് മംനൂം നസർഫിന് എന്ന നിയമവും കൂടി അപ്ലൈ ചെയ്തു. അപ്പൊ ഒരു നിയമം മാത്രം ശ്രദ്ധിച്ച കുട്ടി പെട്ടെന്ന് എന്ത് ചെയ്തു? മസാജിദി എന്ന് എഴുതി വെക്കും. സത്യത്തിൽ അത് ഫതഹത്ത് കൊണ്ടാണ് ജെറ് ചെയ്യേണ്ടത് എന്നുകൂടി മനസ്സിലാക്കിയാൽ മസാജിദ എന്ന് എഴുതണം. ഇങ്ങനെ ചേർന്നുകൊണ്ടുള്ള വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നത് പറയാണ്, കൂടുതൽ പറയുന്നില്ല. സൊല്ലൈത്തി ഫി മസാജിദ് മക്ക, അവിടെയും ഈ മസാജിദ് തന്നെയാണ് വന്നത്. മസാജിദ, മസാജിദ് എന്നൊക്കെ ഓപ്ഷനിൽ കൊടുത്തു. സൊല്ലൈത്തി ഫി മസാജിദ് മക്ക. അപ്പോ പെട്ടെന്ന് അത് അറിയാവുന്ന ഒരാള് ഫീ വന്നു, മസാജിദാണ്, മംനൂമിന സർഫാണെന്ന് അറിയാം കുട്ടിക്ക്. മംനൂമിന സർഫിന് ഫതഹത്ത് കൊണ്ട് ജെറാണെന്ന് അറിയാം. അപ്പൊ ഓപ്ഷനിൽ എന്ത് ചെയ്തു? മസാജിദ എന്ന് കണ്ടു, ചാടിക്കുത്തി എഴുതി. പിന്നീടാണ് മനസ്സിലാവുന്നത് മസാജിദ് എന്നത് മുലാഫായിട്ടാണ് വന്നത്. അവിടെ നമ്മൾ പഠിച്ചിരുന്നു, മുലാഫായിട്ടോ അലിഫ്ലാമോ ഉണ്ടായിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ മംനൂമിന സർഫിന് സാധാരണ പോലെയാണ് ഇറാബ് ചെയ്യുക, കെസ്റത്ത് കൊണ്ടാണ്. അപ്പൊ ആൻസറിൽ വരുന്നത് മസാജിദിയാണ്. ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ കാണാം. ഒന്ന് പഠിച്ച നിയമത്തിന് പുറമെ അതുമായി മറ്റേതെങ്കിലും നിയമവും കണക്ട് ചെയ്തായിരിക്കും പലപ്പോഴും ചോദിക്കുക. അപ്പൊ ഓപ്ഷൻ വരുന്ന സമയത്ത് നമ്മൾ 4 ഒന്ന് വായിച്ചു നോക്കിയിട്ട് കൃത്യമായിട്ടൊന്ന് ആലോചിച്ചിട്ട് മാത്രമേ എഴുതാവൂ. അശ്രദ്ധ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ മാർക്കുകൾ ധാരാളം നഷ്ടപ്പെടാൻ അത് കാരണമാകും. അപ്പൊ നെഹ്വ് വളരെ പ്രധാനപ്പെട്ടതാണ്. ചോദ്യങ്ങൾ ഞാൻ നോക്കാറുണ്ട്, ഒരുവിധ എല്ലാ ചോദ്യവും നെഹ്വിൻ്റെത് എന്തായാലും ബാക്കി മൊത്തം നോക്കാറുണ്ടെങ്കിൽ നെഹ്വിൻ്റെത് കൃത്യമായിട്ട് 5-6 വർഷമായിട്ട് നടക്കുന്ന എല്ലാ പരീക്ഷകളുടെയും നോക്കാറുണ്ട്. അതിലൊക്കെ കാണുന്ന ചോദ്യം വലിയ പ്രയാസത്തിലല്ല വരാറുള്ളത്, പക്ഷെ ഓപ്ഷനാണ് കുഴക്കുന്നത്. അത് ഓപ്ഷൻ ഈ പറഞ്ഞ രൂപത്തിൽ മറ്റുള്ളതുമായി കണക്ട് ചെയ്ത് വരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ ഏരിയ ഒന്ന് വെച്ചിട്ട് നമ്മളെ ലോജിക്ക് വെച്ച് ഒന്ന് ചിന്തിച്ചിട്ട് മാത്രമേ നെഹ്വ് നമ്മൾ അറ്റൻഡ് ചെയ്യാവൂ. ചാടിക്കടന്ന് അറ്റൻഡ് ചെയ്താൽ അത് കാരണം മൈനസ് മാർക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്, പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നെഹ്വ്. കാരണം ലിറ്ററേച്ചർ പോലെ അദബ് പോലത്തെ ഭാഗങ്ങളൊക്കെ ഒന്നെങ്കിൽ നമുക്കറിയാം, അല്ലെ അറിയൂല. അപ്പൊ അറിയാത്തവരതങ്ങ് ഒഴിവാക്കും, അപ്പൊ നെഗറ്റീവ് വരില്ല. അറിയുന്നവർക്ക് കൃത്യമായിട്ട് മാർക്ക് കിട്ടും, അപ്പൊ അതിന് മാർക്കും കിട്ടും. പക്ഷെ നെഹ്വ് പോലത്തെ വിഷയങ്ങൾക്ക് അറിയുന്നവരാണ് തെറ്റിക്കുന്നത്, അറിയാത്തവരല്ല. അറിയാത്തവർക്ക് അത് ഒഴിവാക്കാന്നിരിക്കുക. അറിയുന്ന ആളുകൾ തന്നെയാണ് നെഹ്വ് നന്നായിട്ട് നിയമങ്ങളൊക്കെ പഠിച്ച് അത്യാവശ്യ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകൾ തന്നെയാണ് പരീക്ഷയ്ക്ക് പോയിട്ട് ഇതുപോലത്തെ ഓപ്ഷനുകൾ വരുന്ന സമയത്ത് 4 ഓപ്ഷനും കാണുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻ ആവും. അതോടൊപ്പം 4 എണ്ണം കൊടുത്തിട്ട് ഇപ്പോൾ A and B and C ശരി ഈ രൂപത്തിലും നെഹ്വിലൊക്കെ വരുന്നത് കൊണ്ട് പലപ്പോഴും പ്രയാസം ഉണ്ടാക്കാറുണ്ട് ഓപ്ഷൻ മാത്രം. പക്ഷെ ചോദ്യം എളുപ്പമാണ്. നന്നായിട്ട് അത് കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന, നല്ല റാങ്കിൽ ഉന്നതിയിലെത്താൻ കഴിയാവുന്ന ഒരു ഏരിയ കൂടിയാണ് നെഹ്വ്. അല്ലാഹു തആല എല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഒരു അവസരം തന്ന KAMAക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കെല്ലാം പരീക്ഷ എളുപ്പമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വഅഖ്തതിമു കലാമി ബിഹാദ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം. സാറ് പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. നെഹ്വിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏതെല്ലാം ഓപ്ഷനാണ് നമുക്ക് ആദ്യം ഒഴിവാക്കേണ്ടത് എന്ന കാര്യമാണ് ആദ്യം
നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു നെഹ്വിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ 4 ഓപ്ഷൻ തന്നതിൽ ഏതാണ് ആദ്യം ഒഴിവാക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. അതോടൊപ്പം തന്നെ കഴിയുന്ന ആളുകളൊക്കെയും പഴയ കിതാബുകളൊക്കെ റെഫർ ചെയ്ത് ഓരോ ഏറാബും മനസ്സിലാക്കി, മുസന്നക്ക് എന്താണ്, അതേപോലെ തന്നെ ജമ്മു ദക്കർ സാലിമിന് എങ്ങനെയാണ്, അസ്മാഉൽ ഹംസക്ക് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. ഗൈറു മുൻസരിഫ് വളരെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സാറ് പറഞ്ഞ ഇല്ല എന്ന് പറയുന്ന വിഷയം, മുസ്തസ്നത്തില്ല മൂജബന്നം മിൻസിബി വഅദന ഫീൻ വാശബിഹി ഹിജ്തുബി എന്ന് പറയുന്ന പോലെയുള്ള ആ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് എല്ലാം കവിതാരൂപത്തിൽ പഠിക്കാൻ കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും. ഞാൻ അപ്ലൈ ചെയ്തത് ആ രൂപത്തിലായിരുന്നു, അതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു. സാറിന് എല്ലാ ആശംസകളും നേരുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം എല്ലാവിധ പിന്തുണയും എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ ബഹുമാന്യനായ സിറാജ് സാറ് സംഘടനയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട അധ്യക്ഷൻ മുഹമ്മദ് ഷാഫി സാറ്, എൻ്റെ എറണാകുളം ജില്ലയിലെ സഹപ്രവർത്തകരെ, എൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ജാഫർ മാഷ്, ജനറൽ സെക്രട്ടറി എം തമീമുദ്ദീൻ, അതുപോലെ തന്നെ നമുക്കിന്ന് ഇവിടെ വരാൻ ഏറ്റിരുന്ന മുസ്തഫ സാറ്, അദ്ദേഹം യാത്രയിലാണ്. ഒപ്പം KMA സംസ്ഥാന ഭാരവാഹികളും ജില്ലയിലെ പ്രവർത്തകരും ഒക്കെ ആയിട്ടുള്ള എൻ്റെ ഏറ്റവും മിത്രങ്ങളെ, അതിനേക്കാളേറെ ഈ ഒരു സംരംഭം നമുക്ക് ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കാൻ നമ്മോടൊപ്പം നിന്ന ഫാക്കൽറ്റീസ്, അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നട്ടെല്ല് എന്ന് പറയാം. കാരണം ഓരോ ദിവസത്തെയും ക്ലാസ്, ഞാനൊക്കെ ഇങ്ങനെ ഇതിൻ്റെ സംഘാടകരിൽപ്പെട്ട ആളാണെങ്കിലും ക്ലാസ് തുടങ്ങുന്നത് വരെയൊക്കെ നമ്മളിങ്ങനെ ലിങ്കും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റേ എൻ്റെ പോസ്റ്ററൊക്കെ ഷെയർ ചെയ്തിങ്ങനെ ഇരിക്കും. പക്ഷെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേക്കാതെ എല്ലാ ദിവസവും ക്ലാസ് കണ്ട് രസിച്ചിരുന്ന, അല്ലെങ്കിൽ അതിലെ ആ മനോഹരമായ എല്ലാ ഫാക്കൽറ്റീസിൻ്റെയും ക്ലാസ് കണ്ട ഒരാളാണ്. അപ്പോൾ നേരത്തെ ജംഷേദ് സാറ് പറഞ്ഞതുപോലെ ശരിക്കും ഒരു സങ്കടവും അതുപോലെ തന്നെ സന്തോഷവും ഒക്കെ ഉണ്ട്. കാരണം ഇത് തീർന്നു പോകുകയാണെന്ന്. ഇപ്പം ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്, ഇനിയും PSCകൾ ഉണ്ടാകും. അപ്പോൾ എൻ്റെ മുന്നിലുള്ള പഠിതാക്കൾ, അവർക്ക് ഇപ്പോൾ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ഫാക്കൽറ്റിമാർ ഒരുപാട് ഉപദേശം തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഈ ഭാവിയിൽ എഴുതാൻ പോകുന്ന പരീക്ഷയിലും അല്ലാതെ ഇനി വരാനിരിക്കുന്ന മറ്റ് പരീക്ഷകളിലും നിങ്ങളൊരു അറബി ഭാഷയെ സംബന്ധിച്ച മറ്റു ഗവേഷണങ്ങളിലൊക്കെ, നിങ്ങൾ മത്സരങ്ങളിലൊക്കെ ഇതൊരു ഇതായിട്ട് എടുക്കണം. നിങ്ങളുടെ മനസ്സിലത് ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഹരിസാറിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞ അറബി ഭാഷയെ സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞില്ല. ശരിക്കും പറയുകയാണെങ്കിൽ കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് അറബി ഭാഷയുടെ ഒരു സംരക്ഷണവും അതിൻ്റെ പുരോഗതിയും മാത്രം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാറ്റഗറി സംഘടനയാണ്. സംഘടനക്ക് അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന സംഘടനയല്ല. അറബി ഭാഷയുടെ ഉന്നമനം മാത്രമായി നടക്കുന്ന ഒരു കാറ്റഗറി സംഘടന എന്നുള്ള നിലക്കാണ് നമ്മൾ സംഘടനയിലുള്ള എല്ലാവർക്കും, അല്ലെങ്കിൽ വ്യക്തികൾക്കൊക്കെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ ഉണ്ടെങ്കിലും ഈ കേരള അറബിക് മുൻഷീസ് അസോസിയേഷനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നമുക്ക് കൂടുതൽ അടുപ്പമോ അകലമോ ഒന്നുമില്ലാതെ അറബി ഭാഷയുടെ സംരക്ഷണത്തിനും പുരോഗതിക്കും ഈ ഭാഷ ഇവിടെ നിലനിൽക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ആഗ്രഹം ആണ് അതിൻ്റെ ബൈലോയിൽ മുൻഗാമികളായ നേതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 73 വർഷം പിന്നിട്ട ഈ സംഘടന ഇങ്ങനെ അറബി ഭാഷാ പഠന രംഗത്ത് വലിയ പ്രവർത്തനങ്ങളുമായി പോകുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ള സംസ്ഥാന പ്രസിഡന്റും ഒക്കെയുള്ള ഉന്നതമായ വ്യക്തിത്വങ്ങൾ ഇതിനുവേണ്ടി, ഈ അറബി ഭാഷയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവരുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കൂട്ടമാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് വളരെ വിജയകരമാക്കുന്നതിൽ എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും മറ്റു സെക്രട്ടേറിയറ്റ് അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു അക്കാഡമിക് ടീം ഞങ്ങൾ രൂപപ്പെടുത്തിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് ആളുകൾ, ഇപ്പോൾ റസ്ല ടീച്ചറും റുബിൻ ഷാ സാറും അജ്മൽ സാറും സുൽഫിയും, അങ്ങനെ കുറച്ച് ഒരു 5-8 പേര് ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കുമ്പോഴും ഇത് വാട്സപ്പ് നോക്കും, നമ്മളുടെ ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിൻ്റെ പോസ്റ്റർ കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ ഒരു ചർച്ച 34 ക്ലാസ്സുകൾ കഴിഞ്ഞു. 3 ദിവസം നമുക്ക് പെരുന്നാളിൻ്റെ അവധി കൊടുത്തു. അങ്ങനെ നോക്കുമ്പോൾ 37 ദിവസമാണ് നമ്മളിതിനു വേണ്ടി എഫേർട്ട് എടുത്തത്.
അപ്പോൾ ഇതിന് മനോഹരമായ പോസ്റ്ററുകൾ തയ്യാറാക്കിയ സുൽഫിയുണ്ട്, ഓർഗനൈസ് ചെയ്ത അജ്മൽ സാറുണ്ട്. അതിനേക്കാളുപരി നമ്മളുടെ ഈ അക്കാഡമിക് വിങ്ങിൻ്റെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള റസ്ല ടീച്ചറുടെ ഒരു ബന്ധത്തിലാണ് ഈ ഫാക്കൽറ്റികളായ നിങ്ങളെല്ലാവരെയും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒപ്പം നമ്മുടെ ഒരു ഫാക്കൽറ്റി കൂടിയായ റുബിൻ ഷാ, അദ്ദേഹം കഴിഞ്ഞ ജൂണിലാണ് ഇവിടെ PSC കിട്ടി ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് മനോഹരമായ 60 ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടതാണ്. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും അജു ഷായി സാറുണ്ട്, അതുപോലെ തന്നെ മുനവർ ടീച്ചർ ഇപ്പോൾ അവസാനം ഒരു ക്ലാസ് എടുത്തുന്നു, റുഷ്ദ ടീച്ചറുണ്ട്, തബ്സീമുണ്ട്, അൽ അമീൻ പുളിക്കൽ, അങ്ങനെ ഇവിടെ ഇപ്പോൾ സംസാരിച്ച ജംഷദ് സാറും അഷേരി സാറും ആഷിഖ് സാറും അടക്കമുള്ള ഒരുപാട് ഫാക്കൽറ്റീസ് നമുക്ക് എന്നും മനസ്സിൽ ഓർമ്മിക്കപ്പെടുന്നതാണ്. ഒപ്പം നമ്മുടെ പ്രാർത്ഥനകളിലും അവരുണ്ടാകണം എന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. അവരിൽ നിന്ന് നമ്മൾ നേടിയെടുത്ത ഇത് ബലാഗ അടക്കമുള്ള മഹബൂബ് സാറിൻ്റെ ഒക്കെ അവതരണം ബലാഗൊക്കെ നിങ്ങൾക്ക് ബോറടിക്കാത്ത രൂപത്തിലാണ്. യഹവും ബലാഗയും നമുക്ക് ചിലപ്പോൾ കേട്ടാലേ നമുക്ക് കേട്ടിരിക്കാനും ചിലപ്പോൾ നമുക്ക് ബോറടിച്ച് പോകുന്നതാണ്. പക്ഷെ നെഹുവിൻ്റെയും ബലാഗിൻ്റെയും ക്ലാസ്സിലൊക്കെ ഒരാളും എഴുന്നേറ്റ് പോകാത്ത രൂപത്തിൽ അതിൻ്റെ ഉദാഹരണങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നു. അദബ്, അങ്ങനെയുള്ള GK എല്ലാ വിഷയങ്ങളും ഒന്നിനോടൊന്ന് മെച്ചമായി കൊണ്ടാണ് നമ്മളെ ക്ലാസ്സുകൾ പോയത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാവിയിലും ഈ PSC മാത്രമല്ല ഇനി വരാനിരിക്കുന്ന എല്ലാ നിങ്ങളുടെ ക്ലാസ്സുകളിലും പരീക്ഷകളിലും ഒക്കെ ഇത് ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എറണാകുളം ജില്ലയിലെ ഒരു സംഘാടകൻ എന്നുള്ള നിലക്ക് നിങ്ങൾ എല്ലാവരോടും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം സാറ്. അടുത്തായിട്ട് നമ്മുടെ ഒരു ഫാക്കൽറ്റി കൂടിയായ നമ്മുടെ തന്നെ ഒരു സഹോദരൻ, നമ്മുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ ഒരുവനായ റുബിൻ ഷാ സാറാണ് നിങ്ങളോട് സംവദിക്കുന്നത്. സാറ് ആ റോൾ എടുത്തു, വളരെ ഭംഗിയായിട്ടാണ് ക്ലാസ് എടുത്തത്. സാറിന്റെ ക്ലാസ് ഒരിക്കലും കേരളം മറക്കില്ല. കേരളം ഏറ്റെടുത്ത ഒരു ക്ലാസ് ആണ് റുബിൻ ഷാ സാറിന്റെ. ഓരോരുത്തരുടെ ക്ലാസ്സും നല്ലതാണ്. ഞാൻ പറയുമ്പോൾ അറൂദിന്റെ പ്രത്യേകം എടുത്തു പറയുന്നത് സാറിന്റെ പ്രത്യേകമായ ശൈലിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അത് കേരളം ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പൊ സാറിനെയും ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷവും അതോടൊപ്പം ദുഃഖവും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഏകദേശം 1 മാസക്കാലമായിട്ട് നീണ്ടുനിന്ന ഈ ഒരു യാത്രയിൽ നമ്മോടൊപ്പം കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിന്ന KMAയുടെ ഭാരവാഹികൾ, അതുപോലെ എല്ലാ ബുദ്ധിമുട്ടിൻ്റെ പ്രയാസത്തിൻ്റെ ഇടയിലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി ക്ലാസ്സുകൾ നയിച്ച ഫാക്കൽറ്റീസ്, അതുപോലെ എല്ലാത്തിനും ഉപരി ഈ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുകയാണ്. അതോടൊപ്പം വളരെ വിലപ്പെട്ട സമയമാണ്, മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് കൂടുതൽ ഒന്നും വൈകിപ്പിക്കുന്നില്ല. നമ്മൾ മാക്സിമം എപ്പോഴും ദുആ ചെയ്യുക. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ 24-ാം തീയതി അതുപോലെ അടുത്ത എക്സാമിൻ്റെ ദിവസം, ആ ദിവസം നമുക്ക് നമ്മൾ ആ പരീക്ഷാ ഹാളിലുള്ള ആ സമയത്ത് നമുക്ക് എന്തെല്ലാമാണോ പ്രയോജനപ്പെടുന്നത് അതേ നമുക്ക് നേട്ടമായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, പഠിക്കുക, അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഅനി വസിദ്നി ഇൽമ. അതായത് അല്ലാഹുവേ, എനിക്ക് നീ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്ക് നീ പ്രയോജനം നൽകണമേ, അതുപോലെ എനിക്ക് ഇനി പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ എനിക്ക് നീ പഠിപ്പിച്ചു തരണമേ എന്നുള്ളൊരു പ്രാർത്ഥന വളരെ മഹത്തായ പ്രാർത്ഥനയാണ്. അപ്പോൾ അത് കഴിവിൻ്റെ പരമാവധി നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം നമ്മൾ ഈ പഠിച്ചതെല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത് ചിലപ്പോൾ എവിടെയും പിന്നീട് ഉപയോഗപ്പെട്ടുകൊള്ളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അത് എല്ലാവരും ആ പ്രാർത്ഥന ചെയ്യുക. അതോടൊപ്പം തന്നെ പരീക്ഷയുടെ തലേദിവസം നമ്മൾ ഒരുപാട് ലേറ്റായിട്ട് പഠിച്ച കാര്യങ്ങളെല്ലാം പഠിച്ച് വീണ്ടും വീണ്ടും അങ്ങനെ പഠിച്ച് ഒരുപാട് ബുദ്ധിമുട്ടി അടുത്ത ദിവസത്തിൻ്റെ ആ ഒരു എനർജി കളയരുത് എന്ന് പറയാണ്. മാക്സിമം നന്നായിട്ട് പഠിച്ച് ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും റെഫർ ചെയ്ത് ഒന്നുകൂടി ഒന്ന് റിവിഷൻ ചെയ്ത് ഒതുക്കി വെച്ച് തലേ ദിവസം നല്ല വിധത്തിൽ നല്ല നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നല്ല റെസ്റ്റ് എടുത്തിട്ട് നല്ല ഫ്രീ മൈൻഡായിട്ട് പോയി എക്സാം ഹാളിൽ കയറുക. ഒരിക്കലും തലേ ദിവസം ഒരുപാട് നേരം ഉറക്കം ഒഴിച്ചിരുന്ന് ആ ഒരു ഇതുവരെ പഠിച്ച കാര്യങ്ങളെ നമ്മൾ കളഞ്ഞു പൊളിക്കരുത്. കാരണം നമ്മുടെ ബ്രെയിന് ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിന് നമ്മൾ ഒരിക്കലും ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത്. കാരണം അത് നമുക്ക് തിരിച്ചൊരു
പണിയായി വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുകയാണ്. അപ്പോൾ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇരുലോകത്തും ഉപകരിക്കുന്ന അറിവുകളാക്കി ഇതിനെ മാറ്റട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം. അടുത്തതായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ സപ്പോർട്ടും അതുപോലെ തന്നെ ഓരോ ദിവസത്തെ കാര്യങ്ങളും കൃത്യമായി ഫോളോ ചെയ്ത് കാര്യങ്ങൾ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ വർക്ക് വിഭജിച്ചു കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കിയ ബഹുമാന്യനായ അജ്മൽ സാറാണ്. അജ്മൽ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അല്ലദീ ഹംദൻ ഹംദ വശുക്രൻ ശുക്ര. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ 30 ദിവസത്തെ ഒരു PSC ക്രാഷ് കോഴ്സ് നടത്തണം എന്ന ഉദ്ദേശത്തിലായിരുന്നു നമ്മൾ തുടക്കം കുറിച്ചതെങ്കിലും ഇന്ന് നമ്മൾ 34ാമത്തെ ക്ലാസ്സിലൂടെയാണ് നമ്മൾ സമാപിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയൊരു രീതിയിൽ വളരെ നല്ല അഭിപ്രായം, കേരളക്കരയിലെ എല്ലാ ജില്ലകളിൽ തന്നെയും വളരെ നല്ല അഭിപ്രായം ലഭിച്ച ഒരു PSC ക്രാഷ് കോഴ്സ് ആയിരുന്നു നമ്മുടേത്. അതിന് ഏറ്റവും നന്ദി പറയേണ്ടത് നമ്മുടെ ഫാക്കൽറ്റീസിനോട് തന്നെയാണ്. നമ്മുടെ ഫാക്കൽറ്റീസ് ഓരോരുത്തരും നമുക്കറിയാം PSCയുടെ പൾസ് വിട്ടറിഞ്ഞ വളരെ മികച്ച ഫാക്കൽറ്റീസ് ആയിരുന്നു. അവരുടെ ഓരോ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴും അടുത്ത ക്ലാസ് കേൾക്കാനുള്ള ആവേശമായിരുന്നു. അതായിരുന്നു നമ്മുടെ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ മികച്ചം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഫാക്കൽറ്റീസ് ആരും തന്നെ യാതൊരുവിധ പ്രതിഫലേച്ഛയും ആഗ്രഹിച്ചു കൊണ്ടല്ല നമ്മളോട് വന്നിട്ടുള്ളത്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അവർ എല്ലാവരും, ഞങ്ങളും നിങ്ങളോടെല്ലാവരോടും പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ നിസ്വാർത്ഥമായ പ്രാർത്ഥനയാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ പ്രാർത്ഥനയോട് കൂടുതൽ അടുത്തിരിക്കുന്ന സമയം കൂടിയാണ്. പരീക്ഷയാണ്, പഠിക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ നിരന്തരം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ ഫാക്കൽറ്റീസിനെയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തകരെയും എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്ന് നിങ്ങളോട് ഇന്നുകൂടി ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ KMA എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം. കാരണം ഇത് അറബി ഭാഷ അധ്യാപക സംഘടനയാണ്. നിങ്ങളുടെ ഭാഷയാണ്, നമ്മുടെ ഭാഷയാണ്. ഈ ഭാഷയ്ക്ക് വേണ്ടി ജീവിക്കുന്ന, ഈ ഭാഷയ്ക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ഒരു ഭാഷയാണ്. കേരളത്തിലെ ആദ്യത്തെ അറബി ഭാഷാ സംഘടനയാണ് KAMA എന്ന് പറയുന്ന സംഘടന. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പിൽ നമുക്ക് വന്ന സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സിറാജ് സാറ് സൂചിപ്പിച്ചല്ലേ, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് മുഴുവൻ മലപ്പുറം ജില്ലയിലായിരുന്നു പഠിച്ചത്. PG വരെയും എല്ലാം മലപ്പുറം ജില്ലയിലായിരുന്നു. എനിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ മലപ്പുറം ജില്ലയിൽ മറ്റൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെയും എന്നോട് പറയും, അജ്മലെ KMA എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ സംഘടനയോട് വിധേയത്വമുള്ള സംഘടനയാണല്ലോ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനയല്ലേ എന്നൊക്കെ പലപ്പോഴായിട്ട് ആളുകൾ ചോദിച്ചപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. അതായത് KMA എന്ന് പറയുന്ന സംഘടന കേരളത്തിലെ ആദ്യത്തെ അറബി ഭാഷാ സംഘടനയാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടിയോട് വിധേയത്വമുള്ള പാർട്ടിയല്ല. ഈ സംസാരിക്കുന്ന ഞാൻ എറണാകുളം ജില്ലയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. ഞാൻ ഒരു മുസ്ലിം ലീഗിന്റെ മണ്ഡലം സെക്രട്ടറിയാണ്. നിങ്ങളോട് ഉദ്ഘാടനം നിർവഹിച്ച തമീമുദ്ദീൻ സാർ, അദ്ദേഹവും ഇതുപോലെ മുസ്ലിം ലീഗിന്റെയാണ്. ഇത് നമുക്ക് ഒരിക്കലും നമ്മളുടെ ഭാഷയിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരേണ്ടതില്ല. നമ്മളിൽ മുസ്ലിം ലീഗുകാരുണ്ട്, നമ്മളിൽ കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാ പാർട്ടിക്കാരും നമ്മളിലുണ്ട്. ഭാഷയിലേക്ക് ഏതെങ്കിലും മതത്തിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവന്നാൽ അത് തകർന്നു പോകുമെന്ന് നമ്മൾ ചരിത്രങ്ങളിലൂടെ പഠിച്ചവരാണ്. നമ്മളുടെ സംഘടന എന്നുള്ളത് നിഷ്പക്ഷമായ സംഘടനയാണ്. അതുകൊണ്ട് തന്നെയാണ് QIP എന്ന് പറയുന്ന അംഗത്വം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 2ാമത്തെ വർഷം തന്നെ അതായത് നമ്മുടെ സംഘടന രൂപീകരിച്ച് അതിന്റെ തൊട്ടപ്പുറത്തെ വർഷം തന്നെ നമ്മുടെ സംഘടനയ്ക്ക് അംഗീകാരം കിട്ടിയതിന്റെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ സംഘടന ഒരിക്കലും ഒരു പാർട്ടിയോടല്ല നമ്മുടെ സംഘടനയുടെ മുമ്പിലുള്ള ലക്ഷ്യം ഭാഷയാണ്. അറബി ഭാഷയുടെ ഉന്നമനവും ഐശ്വര്യവും അതിനുവേണ്ടി പ്രയത്നിക്കുന്ന, അതിനുവേണ്ടി പോരാടുന്ന ഒരു സംഘടനയാണ് KMA എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ ഒരു ഭാഷ വളരണം, കാരണം വരുന്നൊരു തലമുറയെ കൈപിടിച്ചുയർത്തണം. അതിനുവേണ്ടിയാണ് ഈ ഇത്രയും ആളുകൾ അവരുടെ ഊണും ഉറക്കവും നഷ്ടപ്പെടുത്തിക്കൊണ്ട്, സിറാജ് സാറ് പറഞ്ഞ പോലെ രാവിലെ സുബഹിക്ക് എണീച്ചാൽ ആദ്യം നോക്കുന്ന ഗ്രൂപ്പാണ്. ഈ ഒരു മാസക്കാലമായിട്ട് ഈ ഗ്രൂപ്പിൽ തന്നെയായിരുന്നു ഇരുന്നത്. കാരണം നിങ്ങൾ കൈപിടിച്ചുയർത്തുക, അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. കാരണം നിങ്ങൾ നാളെ ഭാഷയെ വളർത്തേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ആണ് പറഞ്ഞു വന്നത്, QIP സംഘടന എന്ന് പറയുന്ന ലേബലിൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഭാഷാ സംഘടനകളിൽ ഒരുപാട് ഭാഷകളുണ്ട്. ഹിന്ദിയും ഉറുദുവും സംസ്കൃതവും മലയാളം, അങ്ങനെ ഒരുപാട് ഭാഷകളുണ്ടെങ്കിലും QIP അംഗത്വം കിട്ടിയിട്ടുള്ള ഒരേ ഒരു ഭാഷാ സംഘടന എന്നുള്ളത് KMA ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരുവനന്തപുരം മുതൽ സെക്രട്ടേറിയറ്റ് മുതൽ പൊതുവിദ്യാഭ്യാസം മുതൽ അല്ലെങ്കിൽ ഓരോ ജില്ലയുടെയും DD ഓഫീസും DE ഓഫീസും AE ഓഫീസിലും എല്ലായിടത്തും കയറി ചെന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ, നിങ്ങളുടെ കൂടെ നിൽക്കാൻ, അതിപ്പോൾ സർവീസ് പ്രശ്നങ്ങളായിരുന്നാലും അല്ലെങ്കിൽ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ബന്ധമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തിനും നിങ്ങളോടൊപ്പം നിൽക്കുവാനും എല്ലായിടത്തും സ്വീകാര്യമായ ഒരു സംഘടനയുടെ ആളുകളാണ് ഞങ്ങൾ എന്നുള്ളത് കൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ
ക്ലാസ്സിൽ ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ഫാക്കൽറ്റീസുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഈ പറഞ്ഞ പോലെ ഫാക്കൽറ്റീസായിട്ട് യാതൊരു ബന്ധവും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ അവരോട് ഒരു മാസക്കാലത്തോളം നിരന്തരമായ ബന്ധമുണ്ടാവുകയും മാഷാ അല്ലാഹ് ഇനി അവർക്കൊരു ആദരവ് നൽകുവാൻ ഇൻഷാ അല്ലാഹ് ഡേറ്റ് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അവർക്ക് നമുക്കൊരു മികച്ച, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെയാണ് അവർ നമ്മളോട് ക്ലാസ് എടുത്തു തന്നത്. പല ആളുകളും ഫീഡ്ബാക്കിൽ പറഞ്ഞിട്ടുണ്ട്, പെയ്ഡ് ക്ലാസ്സിനേക്കാൾ മികച്ച ക്ലാസ്സുകളാണ് നമ്മുടെ എന്നാണ്. അത്രത്തോളം മികച്ച ക്ലാസ് എടുത്ത ആ ഫാക്കൽറ്റീസിനെ നമുക്ക് ആദരിക്കണം. അത് ഇൻഷാ അല്ലാഹ് ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല, ഇൻഷാ അല്ലാഹ് അത് അറിയിക്കും. അതോടൊപ്പം തന്നെ ഒരു വ്യക്തിയെ കൂടി ഇവിടെ സ്മരിക്കേണ്ടതുണ്ട്. സൽമാൻ എടവണ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ ഞാൻ പറഞ്ഞ പോലെ കണ്ടിട്ടില്ല. അദ്ദേഹവും ഈ പറയുന്നത് പോലെ ഈ നിങ്ങളിലുള്ള ഒരു പഠിതാവാണ്. ചിലപ്പോൾ എന്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ടാകും. അദ്ദേഹം ഈ പറയുന്നത് പോലെ നമ്മൾ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവരും അധ്യാപകരാണ്. തിരക്കുള്ള സമയമായിരുന്നു, എക്സാം സമയമായിരുന്നു. എന്ത് ചെയ്യാൻ, റെക്കോർഡിംഗ് നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. പല ആളുകളും നിരന്തരം ചോദിക്കാൻ തുടങ്ങി. സൽമാൻ എടവണ്ണ എന്ന് പറയുന്ന വ്യക്തി പേഴ്സണലായിട്ട് ഞങ്ങളോട് വന്ന് പറഞ്ഞ്, സാറേ ഇത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ ഒരു BEd വിദ്യാർത്ഥിയാണ്. അദ്ദേഹം സ്വയം ഏറ്റെടുക്കുകയും അന്ന് മുതൽ ഒന്നാമത്തെ ക്ലാസ് വരെ മുതൽ ഇന്നലത്തെ, അതായത് ലാസ്റ്റ് ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളും കൃത്യമായി റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹത്തിനും ഈ സമയത്ത് ഞാനൊരു കൃതജ്ഞത അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങളോടൊപ്പം എന്നും KMA ഉണ്ടാകും. എന്താവശ്യങ്ങൾക്കും നമ്മൾ ഈ സമാപനത്തോടെ നമ്മൾ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ സർവീസിൽ കയറിയാലും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും ഈ അറബി ഭാഷാ സംഘടന എന്നുള്ളത് കൂടി ഉറപ്പു നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം. അടുത്തതായി നമ്മളോട് സംവദിക്കുന്നത് ബഹുമാനിയായ റസ്ല ടീച്ചറാണ്. റസ്ല ടീച്ചറെ പറ്റി ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എൻ്റെ കൂടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന, എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. ടീച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നേക്കാൾ നന്നായിട്ട് അറിയാം. ടീച്ചർ നിങ്ങൾക്ക് എല്ലാവിധ ഉപദേശങ്ങളും നൽകും. അതിനെല്ലാവരും കേൾക്കണം. ടീച്ചറിൻ്റെ ഒരു പ്രവർത്തനം ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സ്കൂളിലാണെങ്കിൽ എല്ലാ കാര്യത്തിലും ടീച്ചർ മുന്നിലാണ്. ഞാൻ അവിടെ ഹൈസ്കൂൾ വിഭാഗത്തിലും ടീച്ചർ LP വിഭാഗത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും അറബി ഡിപ്പാർട്ട്മെന്റ് അവിടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറാണ്. ആ രൂപത്തിൽ ടീച്ചർ എനിക്ക് നന്നായിട്ട് അറിയാം. ടീച്ചർ നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. ഇനി ഈ വിഷയത്തിൽ ഈ പരീക്ഷയ്ക്ക് വിജയിച്ച ആളുകൾ എന്തായാലും നിങ്ങൾക്ക് ഒരു തസ്തിക അല്ലെങ്കിൽ ഒരു നിയമനം ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം വിളിക്കേണ്ട ഒരു പേര് റസ്ല ടീച്ചറെയാണ്. അതുപോലെ ടീച്ചറെ ആ കാര്യത്തിൽ നിങ്ങൾ കടപ്പെട്ടവരുമാണ്. അതുകൊണ്ട് ആദരപൂർവ്വം റസ്ല ടീച്ചറെ ഈ മീറ്റിങ്ങിലേക്ക് 2 വാക്ക് സംസാരിക്കുന്നതിനും കുട്ടികൾക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനുമായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ പണി വരുന്നുണ്ട് അവറാച്ചാന്ന് കേട്ടിട്ടില്ലേ? ഷാഫി സാർ എന്താണ്ടോ കണ്ടുവച്ചിട്ടുണ്ട് സ്കൂളിലെ പണി എന്നെ ഏൽപ്പിക്കുക. അതാട്ടോ ഇത്രയും സംസാരിച്ചത്. ഞാൻ കണ്ടെടുത്തോളം അറബി ഭാഷയിൽ ഭയങ്കര കഴിവുള്ള ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ തവണ സ്റ്റേറ്റിൽ വരെ 3 കുട്ടികൾ A ഗ്രേഡ് ഫസ്റ്റ് വിത്ത് ഉണ്ടായത് സാർ എഴുതിയ കവിതക്കാണ്. പക്ഷെ ആ കവിത എഴുതിപ്പിക്കാൻ ഞാനൊന്ന് പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സാറിൻ്റെ കവിത അല്ലാതെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു. സാർ കവിത എഴുതി ഭയങ്കര മനോഹരമായിരുന്നു. വയനാടിനെ കുറിച്ച് വാഫിറിൽ എന്ത് രസമായിട്ടാണ് കുട്ടികൾ പാടിയെന്നറിയാം. അപ്പോൾ നല്ല കഴിവുള്ളൊരു സാറാണ്. പറയുന്ന പോലെ ഈ നഹ്വക്ക് അതേപോലെ HSS റാങ്ക് ലിസ്റ്റിലുണ്ട്. നഹ്വക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഹാരിസ് സാറിന് തിരക്കായതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഷാഫി സാറിൻ്റെ അടുത്ത് എത്തിയത്. പക്ഷേ SSLC എക്സാം ടൈമും ഒരു കുറേ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഷാഫി സാറ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടാതെ പോയത്. ഇനി KMA നടത്തുന്ന എല്ലാ കോച്ചിങ്ങിലും എല്ലാ കോഴ്സിലും ഷാഫി സാറെ ക്ലാസ് ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും സംസാരിച്ചു. എനിക്ക് സംസാരത്തിൽ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് തോന്നിയത് ഹാരിസ് അശ്വരി സാറ് പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മളെല്ലാം അറിയുന്നവരാണെങ്കിൽ പോലും എക്സാം ഹോളിൽ തെറ്റിക്കും. ഈ മുഖലിസീന എന്ന് പറയുന്ന സംഭവം തെറ്റിച്ചിട്ടുണ്ട്. ഞാൻ ആലോചിക്കണം, സാർ ഇങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു. ശരിയാണ്, നമുക്കറിഞ്ഞ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച ഹാരിസ് സാറ് വിട്ടാലും നമ്മൾ ആദ്യം തന്നെ വെപ്രാളത്തിൽ ഒറ്റ നിയമങ്ങളാണ്. ഇപ്പോഴാണ് സത്യത്തിൽ എനിക്ക് ബോധ്യം വന്നത്, നഹ്വിൻ്റെ ക്വസ്റ്റ്യൻസിൽ 1, 2, 3 ആ ഒരു ഇടങ്ങാറുണ്ടാക്കിയിട്ടേ ചോദ്യങ്ങൾ വരൂ എന്നുള്ളത്. അതായത് നിങ്ങൾ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വട്ടോ 3 വട്ടോ സമയം അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ വായിക്കണം. പിന്നെ നമുക്ക് ആദ്യത്തെ എക്സാം OMR ആണ്. അപ്പോൾ കറുപ്പിച്ച് കഴിഞ്ഞാൽ മക്കളെ
അതിൻ്റെ മേലെ പിന്നെ കളിക്കാൻ നിൽക്കരുത്. അത് പിന്നെ ബ്ലേഡ് വെച്ച് ചുരണ്ടുക, അല്ലെങ്കിൽ ആൻസർ കറക്റ്റ് അല്ലാന്ന് തോന്നിക്കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യുക, പാനയുടെ ഇതൊന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ഒന്നാമത്തെ കാര്യം ടൈം വേസ്റ്റാണ്. രണ്ടാമത്തെ ഇത് നമ്മുടെ കൂട്ടോ ഇല്ലേന്നൊക്കെ ഉള്ളത് റിസൾട്ട് വന്നാലും ഇനി ബാക്കിയുള്ളവരൊക്കെ ജോലി കയറിയാലും ഒരു വർഷം മുഴുവൻ നമുക്ക് ടെൻഷനായിരിക്കും. അത് എന്തിയെ കൂട്ടി, അത് ഒഴിവാക്കാൻ അങ്ങോട്ട്. അങ്ങനെ നിങ്ങൾ ഒരെണ്ണം കറുപ്പിച്ച് പോയി അത് തെറ്റായി പോയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സാം ഒക്കെ എഴുതി ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി കഴിയുമ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ചുരണ്ടി കൊടുക്കുക. ചിലപ്പോൾ കമ്പ്യൂട്ടർ എടുത്തില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാം. അല്ലാതെ അതിൻ്റെ മേലെ ടെൻഷൻ അടിച്ച് സമയം കളയരുത്. രണ്ടാമത്തെ കാര്യം നിങ്ങളോട് പറയാനുള്ളത്, എക്സാം ഹോൾ എത്തിക്കഴിഞ്ഞാൽ ആ ടെൻഷൻ എന്ന് പറയുന്ന സാധനം വാതിക്കൽ വെച്ചിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. നിങ്ങളെ സഹായിക്കാൻ ഒരാളുമില്ല. കബറ് പോലെയാണ് അല്ലേ? നമ്മൾ ചെയ്തത്, നമ്മൾ പഠിച്ച പ്രവർത്തികളും പഠിച്ച കാര്യങ്ങളും മാത്രമേ ഇവിടെ ഉണ്ടായുള്ളൂ. അടുത്തിരിക്കണവൻ സമയം ഇപ്പോൾ വാച്ചൊന്നും കെട്ടാൻ പറ്റൂല. വാച്ച് കെട്ടുന്ന സമയം ഉണ്ടെങ്കിൽ സമയം പോലും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അത് എത്ര വലിയ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും കോമ്പറ്റേറ്റീവ് എക്സാം ഹോളിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അവനവൻ്റെ കാര്യമാണ്, ഒരാളും പറഞ്ഞു തരില്ല. ഇനി അവൻ അങ്ങനെ പറഞ്ഞു തരികയാണെങ്കിൽ അത്രക്ക് ആത്മാർത്ഥമുള്ള നന്മമാരൊക്കെ ദുനിയാവിലുണ്ടാവുമോ എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ കാര്യമായിരിക്കണം അവിടെ. നിങ്ങൾ മറ്റവനെ എഴുതണുണ്ടോ അല്ലെങ്കിൽ മറ്റവൻ ഇതൊന്നും നിങ്ങൾ നോക്കരുത്. ഒരു സെക്കൻഡ് പോലെ എക്സാം പോലെ നിങ്ങൾ കളയരുത്. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം, ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ നിങ്ങൾ ഒരു കാരണവശാലും അടിക്കരുത്. ടെൻഷൻ നിങ്ങൾ അടിച്ച മക്കളെ ഈ ലായും ലമ്മും മറ്റേ മുനവ്വറ ടീച്ചർ പറഞ്ഞ പോലെ ഭീകരരെ ഒരെണ്ണത്തിനെ നിങ്ങൾ കാണൂല, ഒരാളെയും നിങ്ങൾ കാണൂല. അതേപോലെ നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ജനറലാണ്. അത് നേരത്തെ ആഷിഖ് സാറായാലും PSC എഴുതിയ എല്ലാവരായാലും പറയുന്നുണ്ട്, GK ആണ് നിങ്ങളുടെ റാങ്ക് മേക്കിംഗ്. അതായത് ആദ്യത്തിലേക്ക് വരണോ എന്ന് തീരുമാനിക്കുന്നത് GK ആണ്. അപ്പോൾ GK ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ടും ഉപേക്ഷിക്കാതെ വായിച്ചു നോക്കി പറ്റാവുന്നത് ആൻസർ ഒരു 90% കറക്റ്റാണെന്നൊക്കെ തോന്നുന്നത് നിങ്ങൾ കൊടുക്കുക. പിന്നെ ഒരു 60 മാർക്കിന് അല്ലെങ്കിൽ ഒരു 70 മാർക്കിനൊക്കെ നിങ്ങൾ കറക്റ്റ് എഴുതി എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു 3-4 നിങ്ങൾക്ക് ഒരു 60-70% ഉള്ളതൊക്കെ അങ്ങോട്ട് കൊടുത്തേക്കട്ടോ. അപ്പോഴും വലിയ നെഗറ്റീവ് വരില്ല. അതിലൊരു 2 ശരിയായ പോലും നമുക്ക് മാർക്ക് കൂടും. അങ്ങനെയൊക്കെ ചിന്തിച്ച് ലോജിക്ക് അനുസരിച്ചിട്ട് വേണം PSC എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ റുബിൻ ഷാ സാർ പറഞ്ഞ പോലെ തലേന്ന് ഒരുപാട് സ്ട്രെസ് ബ്രെയിനിന് കൊടുക്കരുത്. 12 1 മണി വരെയൊക്കെ ഇരിക്കുന്നവർ, പഠിക്കാനിരിക്കുന്നവർ, അവർക്ക് ഉറക്കം വിഷയമില്ല എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ സമാധാനത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നന്നായിട്ട് പ്രാർത്ഥിച്ച് 2 റക്അത്ത് നിസ്കാരമൊക്കെ നിസ്കരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആയത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചില പതിവുണ്ടാവുമല്ലോ അല്ലേ? ഞാനൊക്കെ എന്തെങ്കിലും നല്ല കാര്യത്തിൽ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു വിശ്വാസമാണ്. മുമ്പ് ഒരു ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ഉമ്മാക്ക് ഉണ്ടായിരുന്നു കേട്ടോ, ഓട്ടോ വരാൻ വേണ്ടിയിട്ട് ഒരു സൂറത്ത് ഓതും. സത്യത്തിൽ റോഡിലേക്ക് ഇറങ്ങിയാലേ ചെറുപ്പത്തിൽ കേട്ടതാട്ടോ. പക്ഷെ കറക്റ്റ് ഉമ്മ സൂറത്ത് ഒതുക്കിന് ഓട്ടോ വരും. അതേപോലെ കറണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഫാത്തിഹ ഓതാൻ പറയും. ഉറപ്പാണ് ഫാത്തിഹ ഓതി ആമീൻ പറയണതിന് മുമ്പ് കറണ്ട് വരും. അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. അപ്പോൾ നമ്മളുടെ ഒരു വിശ്വാസം ഉണ്ടാവും അല്ലേ? ആ ഒരു വിശ്വാസം മുറുകെ പിടിച്ചിട്ട്, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമായിരിക്കും അല്ലേ? ആ ഒരു വിശ്വാസം മുറുകെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സാം കൊണ്ടിരിക്കുക. ഇത് ആഷിഖ് സാറ് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ വഴിയൊന്നുമല്ല ഇത്. അത് മാത്രമല്ല, നന്നായിട്ട് പഠിക്കണവർക്ക് കിട്ടുന്ന സാധനമല്ല PSC. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഷാഫി സാർ ഇതിലുണ്ട്, അബ്ബാസ് സാർ ഇതിലുണ്ട്, അതേപോലെ PSC ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ 10ാം ക്ലാസ്സിലെയും +2-ലൊക്കെ മാർക്ക് ഒഴിച്ച് നോക്കിയേ. എൻ്റെ മാർക്കിനെ നിങ്ങൾക്ക് പറഞ്ഞുതരാമല്ലോ. അതുകൊണ്ട് നന്നായി പഠിക്കുന്നവർക്കുള്ളതല്ല PSC. അവർക്ക് കിട്ടുമായിരിക്കും, പക്ഷേ നന്നായി പഠിക്കുന്നവർ, അതായത് മുമ്പ് അക്കാദമിക്കലി നന്നായിട്ട് റാങ്ക് അല്ലെങ്കിൽ നന്നായിട്ട് മാർക്ക് സ്കോർ അവരെക്കാളും പിന്നീട് സ്വബോധവും ബോധമൊക്കെ കുറച്ച് വന്നവർക്കുള്ളതാണ് PSC. അതായത് എക്സാമുകളിൽ എന്താണോ അവർ ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, മാർക്ക് വരിക. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അദബിലെ റഷീദ് സലീമുൽ ഖൂരി വരെ ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. ക്ലാസ് എടുക്കുന്ന ഏരിയയാണ്, അതായത് ഉറക്കത്ത് ചോദിച്ചാലും ഞാൻ പറയുന്ന ആ ഷായറുൽ ഖർവി ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. കാരണം എന്താ, ഓപ്ഷൻ കാണാത്തതാണ്. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് 4 ഓപ്ഷൻസ് ഉണ്ട്. ABCD, ഈ 4 ഓപ്ഷൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അതേപോലെ വേറൊരു സംഭവം വരാറുണ്ട്, നിങ്ങൾക്കറിയാലോ. B ഓപ്ഷൻസ് ആണ് ശരിയെങ്കിൽ താഴത്ത് വീണ്ടും കൊടുക്കും. ആ B എന്നുള്ളത് ചിലപ്പോൾ Cയുടെ സ്ഥാനത്തായിരിക്കും. നിങ്ങൾ PYQൽ കണ്ടിട്ടില്ലേ? അതും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ.
അതായത് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക, 4 ഓപ്ഷൻസ് നന്നായിട്ട് വായിക്കുക, ആൻസർ ഏത് ഓപ്ഷനിലാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് നോക്കുക, എന്നിട്ട് അത് വിരൽ വെച്ച് തന്നെ കറപ്പിക്കുക. അതായത് നിങ്ങൾ ചിലപ്പോൾ 37ാമത്തെ ആൻസർ വിട്ടു, 38ാമത്തെ ആൻസർ വിട്ടു, 39 നിങ്ങൾക്കറിയാം. ആ 39 കറപ്പിക്കുമ്പോൾ 38ലേക്കോ 37ലേക്കോ പോവാതെ കൃത്യമായിട്ട് 39 അതായത് ബബിൾ ചെയ്യുന്നതാണ്, അതിലേക്ക് കൃത്യമായിട്ട് പോകും. ഇതൊക്കെ വളരെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ PSC എഴുതുന്ന കുട്ടികൾ. പിന്നെ നമുക്ക് നാളെ ഒരു എക്സാം ഉണ്ട്. എക്സാം അറ്റൻഡ് ചെയ്താൽ മക്കളെ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. കാരണം നഹ്വ് ബലായുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് നേരത്തെ. PSC ലെവൽ വളരെ മനോഹരമായ ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് ഇതിൽ പലതും PSCക്ക് അങ്ങനെ എന്നെ ചോദിക്കുന്നൊക്കെ തോന്നിപ്പോയി. അപ്പോൾ എക്സാം നാളെ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. അത് മറ്റന്നാളത്തെ എക്സാമിനും പ്ലസ് 29ാം തീയതിയിലുള്ള എക്സാമിനും നിങ്ങളെ വളരെയധികം സഹായിക്കും. പിന്നെ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. നാളത്തെ എക്സാമിന് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഈ ദുനിയാവിലൊന്നും സംഭവിക്കാൻ പോണില്ല. ചിലപ്പോൾ PSC എക്സാം ഇതിനേക്കാളും എളുപ്പമായിരിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ റിവിഷൻ മാത്രം നടത്തുക. അതേപോലെ ഇൻഷാ അല്ലാഹ് നമ്മുടെ LPയുടെ എക്സാം കഴിയുമ്പോൾ UPയുടെ എക്സാം കഴിയുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, UP കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏകദേശം സെയിം ആയിരിക്കും എവിടെ ഉണ്ടാവുക, LPയിൽ ഉണ്ടാവുക. പിന്നെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ എക്സാം OMRനേക്കാളും എളുപ്പമാണ്. ഒരുപാട് സമയം ലാഭിക്കാം. പിന്നെ സ്ക്രീൻ നോക്കി വായിക്കാൻ, അത് നമ്മളെല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ്, മൊബൈൽ വായിക്കുന്നവരാണ്. അതുകൊണ്ട് സ്ക്രീൻ നോക്കി വായിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. രണ്ടാമത്തേത്, നമ്മൾ ഒരു ആൻസർ പബ്ലിഷ് ചെയ്ത് പോയി അല്ലെങ്കിൽ ഒരു ആൻസറിൽ കൊടുത്ത് കുറച്ച് ഇങ്ങോട്ടെത്തുമ്പോൾ ബോധോദയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ആൻസർ തിരുത്താം അല്ലേ? അങ്ങനെ ഒരുപാട് നല്ല വശങ്ങൾ ഓൺലൈൻ എക്സാമിനുണ്ട്. ഓൺലൈൻ എക്സാമിന് നിങ്ങൾ ഒന്നും അറിയേണ്ട, അവർ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നെത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്ക്രീനൊക്കെ സെറ്റ് ചെയ്ത് അവരവിടെ നിന്ന് പറഞ്ഞുതരും, ടീച്ചേഴ്സ് പറഞ്ഞുതരും അവിടെയുള്ള. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ഒരു ടെൻഷനും വേണ്ട. ഓൺലൈൻ എക്സാമാണ്, പേടിയാവണം, അങ്ങനെയാണോ, ആ ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് എളുപ്പമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒന്നും എക്സാം എഴുതി ജോലിയിൽ കയറൂല, അത് നിങ്ങൾക്കറിയാം. എല്ലാവരും ഒന്നും കയറൂല മക്കൾ. അത് ആദ്യം മനസ്സിനെ ബോധ്യപ്പെടുത്തുക. എല്ലാവരും എന്തായാലും ജോലിയിൽ കയറൂല. എനിക്ക് റബ്ബ് അത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ കയറും. ഇത് LP UP മാത്രമാണ്. അത് മാത്രമല്ല, കുറേ ഗേൾസ് സ്വന്തം ജില്ലയിലും അല്ല കൊടുത്ത മക്കളെ. ഇനി സ്വന്തം ജില്ലയിൽ എക്സാം വരാനിരിക്കുന്നുണ്ട്, വരും. ഒരു 1-2 വർഷത്തിനുള്ളിൽ വരും. ഈ ലേണിങ് കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് കൊണ്ടുപോവുക. എവിടെ നിൽക്കുന്നോ അവിടെ വെച്ച് നിങ്ങൾ തുടക്കം മുതലേ തുടങ്ങേണ്ടി വരും. അതുകൊണ്ട് ഒരു ദിവസം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് എക്സാമിന് ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരാഴ്ചയിൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ പഴയത് പഠിച്ചത് ഓർത്തെടുക്കാനും പുതിയത് പഠിക്കാനൊക്കെ സമയം കണ്ടെത്തുക. ഇൻഷാ അല്ലാഹ് എക്സാം നന്നായിട്ട് എഴുതുക. എക്സാം ഹോളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ തലേന്ന് അറിയാലോ. നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകണം. ഇപ്പോൾ പറയാം, ചിലപ്പോൾ ഇനി നിങ്ങൾക്ക് വോയിസ് കേൾക്കാനും സമയം ഉണ്ടാവില്ല. പെട്ടെന്ന് തീർക്കാട്ടോ, 10 മണിയായി പോയി. ഇൻഷാ അല്ലാഹ് ഹോൾ ടിക്കറ്റ് കൊണ്ടുപോവുക. പിന്നെ ബോൾ പെന്ന് കൊണ്ടുപോവുക. പിന്നെ നിങ്ങളുടെ ഒരു ID അത് നിർബന്ധമായിട്ട് കൊണ്ടുപോവുക. പിന്നെ വെള്ളം കൊണ്ടുപോകണം കേട്ടോ, കാരണം നല്ല ചൂടാണ്. വെള്ളം കൊണ്ടുപോകണം. ചില പിന്നെ സ്കൂളുകാർ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ വേണം എന്നൊക്കെ പറയും, പക്ഷെ വലിയ പ്രശ്നങ്ങൾ വരൂലായിരിക്കും. വെള്ളം കൊണ്ടുപോവുക. പിന്നെ കൂളായിട്ടിരിക്കുക, ഒരു ടെൻഷനും ഇല്ലാതെ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും എക്സാം എളുപ്പമായിരിക്കും. അപ്പോൾ നല്ല മിടുക്കന്മാരായിരിക്കും ഇത്തവണ ജോലിയിൽ കയറുക. ഞാൻ പറഞ്ഞല്ലോ, റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടിയ മക്കളെ, നിങ്ങളെ അവസ്ഥ മാറി. ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ ഏകദേശം മിസ്കീന്മാരാണ്. പക്ഷേ ഒരു 5-6 വർഷമൊക്കെ കഴിയുമ്പോൾ ആ മിസ്കീനെ നമ്മളൊന്ന് മേലേക്ക് ഖനിയിലെത്തൂല്ലെങ്കിലും മിസ്കീന്നൊന്ന് തൊട്ട് മേലെ വരും. പിന്നെ ശമ്പളം 2-ാം തീയതിയോ 3-ാം തീയതിയോ ഉറപ്പായിട്ടും വരും. പിന്നെ നമ്മുടെ ശമ്പളം എത്രയെന്ന് നാട്ടുകാർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ നാട്ടുകാരുടെ ഇടയിൽ ഭയങ്കര വിലയായിരിക്കും നമുക്ക്. ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറാന്ന് പറയും, അത്ര പോരെ, അത് മതി. എവിടെ പോയാലും നമുക്ക് വിലയാണ്. ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറാണെന്നാണ് പറയാം. അതുകൊണ്ട് നമ്മുടെ ശമ്പളവും നമ്മുടെ ജീവിത രീതിയൊന്നും ആർക്കും അറിയാത്തതുകൊണ്ട് നമ്മൾ പുറത്തുള്ളവർക്കൊക്കെ ഖനിയാണ്. അത് ഭയങ്കര സംഭവം. ഇപ്പോൾ റമദാനിലൊക്കെ ചില സമയത്ത് ഈ സക്കാത്തിൻ്റെയൊക്കെ മെസ്സേജ് വരുമ്പോൾ ചില ആൾക്കാർ സ്ക്രീൻഷോട്ട് അയക്കാൻ പറയും. സത്യത്തിൽ എനിക്ക് സങ്കടം തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഓരോരുത്തരുടെ
ഓരോ വ്യക്തിക്കറിയാം അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന്, അല്ലേ? അപ്പോൾ ആ ആവശ്യങ്ങൾക്ക് പുറമേ ഈ സക്കാത്ത് ശരിയാണ്, അവർ താല്പര്യമുള്ളവരൊക്കെ കൊടുക്കും. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച എല്ലാവരും, അല്ലേ? മുസ്ലിംസ് എല്ലാവരും. അതായത് ദാനധർമ്മങ്ങൾ നമുക്കറിയാം നാളേക്കുള്ള നമ്മുടെ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണെന്നറിയാം. എന്നാൽ പോലും ഈ സ്ക്രീൻഷോട്ടേക്ക് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിനോട് പറഞ്ഞിട്ട് ഞാൻ അയക്കാണ്ടിരിക്കുകയും ചെയ്യും, നിനക്ക് ഞാൻ എന്തിനാ സ്ക്രീൻഷോട്ട് ഇട്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ട്. ദേശീയ സങ്കടം വന്നിട്ട് അപ്പം അതായത് നമ്മളുടെ കയ്യിൽ എന്താന്നുള്ളത് പുറത്ത് ആർക്കും അറിഞ്ഞൂടെ. നമ്മൾ ഭയങ്കര കാശുകാരായിരിക്കും എല്ലാവരുടെ മുമ്പിലും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റാറ്റസിലേക്ക് നിങ്ങൾ എത്തണം. എല്ലാവരും ജോലിയിൽ പ്രവേശിക്കണം ഇൻഷാ അല്ലാഹ്. അൽ മുർഷിദിൻ്റെ കൂടെയും ഇവിടെയും നമുക്ക് ഇനിയുള്ള കുട്ടികൾക്കും, ഈ കുട്ടികൾ മാത്രമല്ല ഇതിൽ നിന്ന് കയറിയ കുട്ടികൾ നമുക്കിനി ക്ലാസ്സുകൾ തരും ഇൻഷാ അല്ലാഹ്. അല്ലാതെയുള്ള കുട്ടികൾ ഒരു സ്ഥാനത്തെത്തുന്നവരെ കൂടെ ഉണ്ടാവും. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഏത് സമയത്തും ചോദിക്കുക. എനിക്ക് കിട്ടിയ ഫാക്കൽറ്റീസിനൊക്കെ ഇതേപോലെ കിട്ടിയതാണ്. ജംഷേദ് സാറിനെ അൽ മുർഷിദിനെ നെറ്റ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്. മെഹബൂബ് സാറെ അവിടെ നിന്ന് കിട്ടിയതാണ്. അജു ഷാഹിദിനെ കേട്ടിട്ട് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് അൽ മുർഷിദിൻ്റെ. ആഷിഖ് സാറെ അൽ മുർഷിദിൻ്റെ ഫാക്കൽറ്റിയിൽ നിന്ന് കിട്ടിയതാണ്. ഹാരിസ് സാർ അങ്ങനെ കിട്ടിയതാണ്. തബ്സീമിനെ അങ്ങനെ കിട്ടിയതാണ്. ഇവരൊക്കെ ഇവിടുന്ന് പഠിക്കുന്നിടത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അതായത് ക്ലാസ് എടുക്കാനും, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഏകദേശം എല്ലാവരും കമ്പൈൻ സ്റ്റഡിയൊക്കെ നടത്തിയവരാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാം എഴുതിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും സങ്കടപ്പെടരുത്. കാരണം ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കുന്ന പെൺകുട്ടികളുണ്ട് കേട്ടോ, ഒരുപാട്. എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കുമ്പോൾ സത്യം അന്തം, നമ്മൾ അത്ഭുതമായി പോയി. ഇത്രയും എഫേർട്ട് എടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ടോ എന്നൊക്കെ ചിന്തിക്കുമ്പേ നന്നായിട്ട് പഠിക്കുക മക്കളെ. അള്ളാഹു ഉണ്ട് നിങ്ങളെ കൂടെ. അത് മാത്രമല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ കാണുന്നത് റബ്ബാണ്. നമ്മൾ നമ്മുടെ 100% കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടും. ലോകം തന്നെ നമ്മളുടെ മുന്നിൽ കീഴടങ്ങും എന്നുള്ളതാണ്. അല്ലാതെ ഇതൊന്നും ആർക്കും കിട്ടാത്തതല്ല. കാരണം റസ്ല ടീച്ചർക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ മുനവറ ടീച്ചർ പറഞ്ഞ പോലെ മുനവറ ടീച്ചർ എല്ലാ ലിസ്റ്റിലും വന്നിട്ടുണ്ട്. പോട്ടെ, ഈ മുനവറ ടീച്ചറും ഷാഫി സാറെ ആരെയും പറയണ്ട. റസ്ല ടീച്ചർക്ക് PSC കിട്ടിയിട്ടുണ്ട്, റസ്ല ടീച്ചർക്ക് നെറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഞാൻ എന്തിനാണ് ഈ പഠിക്കാണ്ടിരിക്കുന്നത്, റസ്ല ടീച്ചർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, പിന്നെ ഞങ്ങൾക്ക് കിട്ടൂലേ? അങ്ങനെ മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കാരണം നിങ്ങളെക്കാളൊക്കെ ഏറ്റവും താഴത്തെ ലെവലിലാണ് എൻ്റെ ഭാഷ ഉണ്ടായിരുന്നത്. പക്ഷേ ഭാഷയെ സ്നേഹിക്കുക, അത് നമ്മൾ തിരിച്ച് സ്നേഹിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നാളത്തെ എക്സാമിന് പങ്കെടുക്കുക. രജിസ്റ്റർ ചെയ്യാത്തവർ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. പിന്നെ നമ്മുടെ KMAയുടെ ക്ലാസ്സിനെ കുറിച്ചിട്ട് ഒരു ഫീഡ്ബാക്ക്, എല്ലാ ക്ലാസ്സുകളെ കുറിച്ചും ഒന്നിച്ചൊരു ഫീഡ്ബാക്ക് നിങ്ങൾ എക്സാമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടൊന്ന് ഗ്രൂപ്പിൽ അറിയിക്കണം ഇൻഷാ അല്ലാഹ്. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം. ടീച്ചർ പറഞ്ഞത് ഞാൻ ഒരു കവിതയിൽ ഉൾപ്പെടുത്താണ്. ടീച്ചർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ കവിതയിലുണ്ട്. അലാ കുല്ലി ഷൈഇൻ ലില്ലാഹി തഖ്ദീറു. എല്ലാ കാര്യങ്ങൾക്കും മുകളിൽ അള്ളാഹിന്റെ ഒരു തഖ്ദീർ ഉണ്ട്. ആ തഖ്ദീർ നിങ്ങളുടെ മുകളിലുണ്ടോ, നിങ്ങൾക്ക് ലഭിക്കും. 10 പോസ്റ്റ് ആലപ്പുഴയിൽ ഒഴിഞ്ഞെടുക്കാണ്, 10 സീറ്റ്. അത് നിങ്ങളുടെ തലയിൽ അള്ളാഹ് തഖ്ദീർ ചെയ്തിട്ടുണ്ടെങ്കിൽ അലാ കുല്ലി ഷൈഇൻ ലില്ലാഹി തഖ്ദീറു, അത് മുകളിലുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. അതാണ് ടീച്ചർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന് ഈ ഇത്രയും ദിവസം എല്ലാ പോസ്റ്ററും തയ്യാറാക്കി ഭംഗിയായി ഇത് നിങ്ങളിലേക്ക് അറിയിപ്പ് രൂപത്തിൽ എത്തിച്ചത് ബഹുമാന്യനായ സുൽഫിക്കർ സാറാണ്. സുൽഫിക്കർ സാറിന് എറണാകുളം ജില്ലയിലെ ഞങ്ങളുടെ ഒരു വലിയ ഒരു കൂട്ടുകാരനാണ്, ഞങ്ങളുടെ വലിയൊരു സംരംഭകനാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ക്ലിയർ ആണോ ഷാഫി സാറെ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ആണ്. ഓക്കെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. ഏറ്റവും ബഹുമാനപ്പെട്ട KMA സംസ്ഥാന ഭാരവാഹികളെ, ജില്ലാ ഭാരവാഹികളെ, അതുപോലെ ഈ സംരംഭത്തിന് ക്ലാസ് എടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫാക്കൽറ്റീസ്, അതുപോലെ മറ്റു കൂട്ടുകാരെ എന്നുദ്ദേശിച്ചത് പഠിതാക്കളെയാണ്. അപ്പോ 1 മാസക്കാലമായി നീണ്ടുനിന്ന ഈ ഒരു സംരംഭത്തിന്, എറണാകുളം അക്കാഡമിക് വിങ് നടത്തിയ ഈ സംരംഭത്തിന് പൂർണ്ണ പിന്തുണ IT വിങ്ങിന്റെ ഭാഗത്തു നിന്ന് നൽകിയെന്നാണ് വിശ്വസിക്കുന്നത്.
ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അക്കാഡമിക് വിങ്ങിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. പരിപൂർണമായ പിന്തുണ IT വിങ്ങിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതാണ്. ഇനി വേണ്ടത് പ്രാർത്ഥനയാണ്. നമ്മളുടെ പഠിതാക്കൾ എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ള നമ്മളുടെ നെയ്യത്ത് സഫലമാവേണ്ടുന്ന പ്രാർത്ഥനയാണ് ഇനി വേണ്ടത്. അപ്പോൾ നമ്മളുടെ നെയ്യത്ത് പോലെ എറണാകുളം KMA ജില്ലാ കമ്മിറ്റിയുടെ നെയ്യത്ത് പോലെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും മനോഹരമായി അള്ളാഹു ഉദ്ദേശിച്ച പോലെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളുടെ ഫാക്കൽറ്റീസിനും പഠിതാക്കൾക്കും എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് എറണാകുളം IT വിങ്ങിന്റെ ഭാഗത്തു നിന്ന് ചെയർമാനായിട്ടുള്ള എൻ്റെ വാക്ക് ഞാനിവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഒരു കാര്യം പറയാനായിട്ട് നിങ്ങളോട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ PSC എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. പെൺകുട്ടികളൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ചുറ്റുപാട് ഇങ്ങനെ നോക്കും. അപ്പൊ എല്ലാവരും 100 എണ്ണം കറുപ്പിച്ചിട്ടുണ്ടാവും. അത് കണ്ടിട്ട് നമ്മൾ കറുപ്പിക്കാൻ നിൽക്കരുത്. ഒന്ന്, ആൺകുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും ഇത് കിട്ടൂല, അന്ന് എല്ലാം കൂടിയാണ് കറുപ്പിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു രീതി ഉണ്ട്. അതും നിങ്ങൾ അവസാനിപ്പിക്കണം. അല്ല എനിക്ക് തക്ദീർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടും എന്ന ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഇതുമായി PSC എഴുതുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് എനിക്ക് മറുപടി നൽകാം. ഇൻഷാ അല്ലാഹ് ഇത് രാത്രി ഏറെ വൈകി. ഇനി നന്ദി ഭാഷണമാണ്. അതിന് എറണാകുളം ജില്ലാ ട്രഷററായിട്ടുള്ള ബഹുമാന്യായ സുനിത ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമയം വളരെ വൈകിയിരിക്കുന്നു. പാർട്ടിസിപ്പൻസ് കൂടുതൽ പേരും ലെഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അൽഹംദുലില്ലാഹ് വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവുമുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഈ കോഴ്സിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കാണുന്ന മെസ്സേജുകളും ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. ഇത് നമുക്ക് ഇത്രയും വിജയകരമായി 1 മാസത്തിലേറെയായി ഇതിനു വേണ്ടിയിട്ട് സമയം നീക്കിവെച്ച് നമ്മളുടെ പ്രവർത്തകർ ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം നന്ദി പറയുക എന്നതാണ്. ആദ്യമായി ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച KMA എറണാകുളം ജില്ലാ സെക്രട്ടറി കമറുദ്ദീൻ സാറിന് ഹൃദയംഗമമായി നന്ദി അറിയിക്കുന്നു. നമ്മുടെ അധ്യക്ഷനായ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി സാറിനും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച KMA സംസ്ഥാന ജനറൽ സെക്രട്ടറി തമീമുദ്ദീൻ സാറിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. മുഖ്യപ്രഭാഷണം നിർവഹിച്ച KMA സംസ്ഥാന പ്രസിഡന്റ് ജാഫർ മാഷിനും ഹൃദയംഗമമായി നന്ദി അറിയിക്കുകയാണ്. നിരാശംസകൾ അർപ്പിച്ച് സംസാരിച്ച നമ്മുടെ സിറാജ് സാർ, റസ്ല, റുബിൻ ഷാ തുടങ്ങിയവർക്ക് നന്ദി പറയുകയാണ്. കൂടുതൽ വിശദമായി പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ ഫാക്കൽറ്റീസ്, ഇതിൻ്റെ ഏറ്റവും വലിയ നമുക്ക് കിട്ടിയ സൗഭാഗ്യമായിരുന്നു ഇത്രയും നല്ല ഫാക്കൽറ്റികളെ കിട്ടിയത്. അപ്പോൾ ഓരോരുത്തർക്കും ജംഷാദ് സാർ, ആഷിഖ് സാർ, മെഹബൂബ് സാർ, അജു ഷാഹിദ്, ഹാരിസ് സാർ, റുബിൻ ഷാ, അല്ലമീൻ, ഫാത്തിമ മുനവറ, റുഷ്ദ തുടങ്ങിയ എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഐക്കണായിട്ടുള്ള ഇതിലെ ഉദ്യോഗാർത്ഥികൾ എല്ലാവർക്കും ഈ KMAയുടെ ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുകയും കൃത്യമായ ക്ലാസ്സുകൾ സ്വീകരിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്ത എല്ലാവർക്കും KMA എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ അജ്മൽ സാറ്, റസ്ല ടീച്ചർ, അവരെയൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. എല്ലാവരും അവരുടെ പേരുകൾ എടുത്തു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി പറയുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നല്ല ഉയർന്ന റാങ്കുകളിലെത്തുവാനും ജോലിയിലേക്ക് വരുവാനും അള്ളാഹു സൗഭാഗ്യം ചെയ്യുമാറാകട്ടെ. നമ്മളുടെ ഈ പ്രവൃത്തി യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ തികച്ചും മുഖ്ലിസായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്ത ഈ പ്രവൃത്തി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ പഠിതാക്കളോടും ഒരു അഭ്യർത്ഥനയുണ്ട്. നമ്മളൊരു പോസ്റ്റർ ഇതോടൊപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് ഗ്രൂപ്പിൽ, ഒരു നന്ദി എന്ന രൂപത്തിൽ. അത് നിങ്ങൾ എല്ലാ ഗ്രൂപ്പുകളിലും പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ കോഴ്സിനെ പറ്റി, നടന്ന ക്ലാസ്സിനെ പറ്റി, പരീക്ഷകൾക്ക് ശേഷം കേരള അറബിക് മുൻഷിസ് അസോസിയേഷൻ നടത്തിയ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാ ഗ്രൂപ്പിലും നിങ്ങൾ പറയണം. ക്ലാസ്സിന് ഗുണമാണെങ്കിൽ ഗുണം,
ദോഷമാണെങ്കിൽ ദോഷം, എന്തായാലും ഒരു അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ എല്ലാ ഗ്രൂപ്പിലും പറയണം. സംഘടന ചെയ്ത ഈ ദൗത്യം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും